ഏറെ പ്രിയം നിറഞ്ഞ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സാംസ്കാരിക പ്രവർത്തകരെ, വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളുള്ളത്. ഇന്നലെ എന്നെ പല ആളുകളും വിളിച്ച് ചോദിച്ചു എന്ത് പുസ്തക പ്രകാശനം നടക്കുമോ എന്നുള്ളത്. കാരണം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ മഴയുടെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ ചില കാര്യങ്ങളൊക്കെ നടന്നു പോകേണ്ടതുള്ളതുകൊണ്ട് ഇത് നടക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ തീരുമാനം ഉണ്ടായിരുന്നത്. ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലൈബ്രറി തുടങ്ങിയിട്ട് ഒരു വിശാലമായ പരിപാടി ഇവിടെ നടന്നിട്ടില്ല. പലപ്പോഴും പ്രശസ്തരായ ആളുകളുടെ ഓർമ്മദിനങ്ങളിൽ അനുസ്മരണമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പഴയ കെട്ടിടത്തിൽ നിന്ന് മാറി പുതിയ കെട്ടിടത്തിലാണ് ഇപ്പോൾ ലൈബ്രറി പ്രവർത്തിക്കുന്നത്. അപ്പോൾ പുതിയ ആളുകളോട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ ലൈബ്രറിയിൽ ഏകദേശം 6000-ഓളം പുസ്തകങ്ങളുണ്ട്. പൊന്നാനി നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ലൈബ്രറിയാണ്. മഹാനായ വ്യക്തിത്വം, പൊന്നാനിയുടെ പേര് കൃത്യമായി സാഹിത്യ മേഖലയിൽ എഴുതി വെച്ച ആളുടെ പേരിലാണ് ഈ ലൈബ്രറി പ്രവർത്തിക്കുന്നത്. ഉറൂബ് അഥവാ PC കുട്ടിക്കൃഷ്ണൻ. ഒരു തലത്തിൽ ഇത് വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരവസ്ഥ ലൈബ്രറിക്ക് ഉണ്ടാവുകയും ഇവിടെ ചോർന്നൊലിക്കുന്ന ഒരു കെട്ടിടമായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് പുതിയ കെട്ടിടം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിമിതികളെല്ലാം ഈ ലൈബ്രറിയെ ചുറ്റിപ്പറ്റി ഉണ്ടാവും. നിങ്ങൾക്ക് കാണാം, ഇവിടെ സൈഡിലിരിക്കുന്ന അലമാരകളൊക്കെ പഴയതാണ്, പക്ഷെ അതിനുള്ളിലിരിക്കുന്നത് ഏറ്റവും പുതിയതാണെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വന്നപ്പോൾ കസേര പോലും എത്തിയിട്ടില്ല എന്നാണ്. സാംസ്കാരിക പ്രവർത്തനത്തിൽ സംഘാടകനാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എൻ്റെ കൂടെ നിൽക്കേണ്ട രണ്ടാളുകൾക്ക്, ഒരാളുടെ കുട്ടി പ്രിയങ്കരനായ ഹബീബ് മാഷാണ്. കുട്ടിക്ക് പെട്ടെന്ന് അപ്പൻഡിക്സ് ഓവറായിട്ട് ജൂബിലി മിഷനിൽ സർജറി കഴിഞ്ഞിട്ട് അവിടെയുള്ളത്. അപ്പോൾ ഇവിടെ വന്നു നോക്കുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം കാണുന്നു. പക്ഷേ പൊന്നാനി P സുരേന്ദ്ര മാഷ് ഒരു പരിപാടി വന്ന് പറഞ്ഞത് അങ്ങനെയാണ്. എന്താണെന്ന് വെച്ചാൽ പൊന്നാനിയിൽ എങ്ങനെ നോക്കിയാലും ഒരു 50 ആള് പുസ്തക പ്രകാശനത്തിൽ എത്തിച്ചേരും. അത് വലിയൊരു ഈ നാടിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ പുസ്തകം കൂട്ടക്കടവ് എന്ന് പറയുന്ന ഈ പുസ്തകം ഇന്നലെയാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ പേജ് മറിച്ച് നോക്കിയപ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് എന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്യിച്ചു എന്നുള്ളതാണ്. അത് വേറൊന്നുമല്ല, റൈഹാൻ എന്ന് പറയുന്ന കഥാപാത്രം ജോലി കിട്ടിയിട്ട് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ കൂടല്ലൂരിലേക്ക് പോവുകയാണ്. പക്ഷേ അത് വായിക്കുമ്പോണ്ടല്ലോ ഒരുപാട്, പണ്ട് നമുക്ക് അങ്ങനെയാണല്ലോ, ഡിസ്റ്റൻസ് വലിയ വിഷയം തന്നെയായിരുന്നു. പക്ഷേ ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ മാത്രം ദൂരമുള്ള സ്ഥലത്തേക്ക് പോകുന്ന ഒരു മൊമെൻറ്റിനെ അദ്ദേഹം വളരെ രസകരമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ബസ്സിൽ കയറി കഴിഞ്ഞിട്ട് നമുക്ക് പരിചിതമല്ലാത്ത ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമ്മൾ സത്യത്തിൽ ഭയങ്കര അസ്വസ്ഥരായിരിക്കും. നിരന്തരം അടുത്തുള്ള ആളുകളോട് ചോദിക്കും, അല്ലെങ്കിൽ കണ്ടക്ടറോട് വീണ്ടും ഓർമ്മിപ്പിക്കാൻ പറയും. എന്നാലും നമുക്കൊരു ആശങ്ക ഉണ്ടാവും. അവിടെയാണ് ഈ പുസ്തകം തുടങ്ങുന്നതെന്നുള്ളത്. മനുഷ്യരുമായി പുസ്തകം കണക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു. പിന്നെ കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം ഇത് എന്ന് പറഞ്ഞ ഒരു കടലാണല്ലോ. ഇങ്ങനെ ഈ ഇരുത്തം പോലും ഒരു കടലിൻ്റെ സ്വഭാവമുള്ളതാണ്. വേറൊരു കാര്യം തോന്നിയെന്ന് പറഞ്ഞാൽ, സലാംക്ക ഇതിൻ്റെ മുമ്പ് എഴുതിയ പുസ്തകവും ഇപ്പോൾ ഈ പുസ്തകവും ഒരു പ്രവാസി മലയാളിയിലൂടെ നടന്നു നീങ്ങുന്നതിൻ്റെ അനക്കങ്ങൾ, ചിന്തകൾ, കാഴ്ചപ്പാടുകളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.
ഇതിൽ ഒരു ചെറിയ കോട്ടിങ് പോലെ അദ്ദേഹം പറയുന്ന ഒരു വാക്ക് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. സി വേൾഡ് ഈസ് ബ്യൂട്ടിഫുൾ സ്റ്റിൽ തുമ്പി ഹോ. കാണുന്നുണ്ടോ ലോകം എത്ര സുന്ദരമാണെന്ന്, അതിൽ നീയുമുണ്ട്. ഈ വാക്ക് കേട്ടപ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ വന്നത് ഉറൂബിൻ്റെ പ്രശസ്തമായ പുസ്തകത്തിൻ്റെ ടൈറ്റിലാണ്, സുന്ദരികളും സുന്ദരന്മാരും. നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ മുൻപേ നടന്നവർ നമ്മൾ അറിയാതെ നമ്മളിൽ ആവാഹിക്കപ്പെടുന്നു എന്നുള്ളതിനുള്ള വലിയ ദൃഷ്ടാന്തമാണ് ഈ ഒരു വാചകം എന്നാണ് എനിക്ക് തോന്നിയത്. സലാംക ഈ പ്രോഗ്രാം ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോഴേ എൻ്റെ പേര് താജ് ബക്കർ എന്ന് എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ സാഹിത്യകാരൻ എന്ന് എഴുതി വെച്ചിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ കൺഫ്യൂസ്ഡാണ്. ഞാൻ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ മനുഷ്യരുടെ കൂടെ ഇങ്ങനെ നടന്ന് അവരുടെ ആഹ്ലാദങ്ങളിൽ നമ്മൾ പങ്കുചേരുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഷൗക്കത്ത് അലി ഖാൻ്റെ സുഹൃത്തു കൂടിയായ ഇദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനത്തിന് പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഏറ്റെടുത്തത് എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ ഒരാൾ വർത്താനം പറയുമ്പോൾ പറയണത് കേട്ടു, നമ്മളിനി സീരിയസ് അല്ലാത്ത എഴുത്തുകളെയൊന്നും പരിപാടി സംഘടിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. നമ്മൾ എങ്ങനെയാണ് ക്രൈറ്റീരിയ നിശ്ചയിക്കുന്നത് എഴുത്തിന്? നമ്മൾ 1ാം ക്ലാസ്സിൽ നിന്നല്ലേ 10ാം ക്ലാസ്സിൽ 10 വർഷം കടന്നു പോയിട്ടല്ലേ 10ാം ക്ലാസ്സിൽ എത്തുന്നുള്ളൂ. നേരെ ആരും 10ാം ക്ലാസ്സിൽ എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ഒരാളെ എഴുതി തുടങ്ങുമ്പോൾ അയാളുടെ പിന്നിൽ നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ആളുകളുടെ വല്ലാത്തൊരാശങ്ക എന്താ വെച്ചാൽ പൊന്നാനിയിൽ എല്ലാ ആഴ്ചയും പുസ്തക പ്രകാശനം നടക്കുന്നുണ്ടെന്നാണ്. അത് ഈ മണ്ണിൻ്റെ പ്രത്യേകതയായി വേറെ ആർക്കും കിട്ടാത്ത ഒരു ഓജസ്സായി നമുക്ക് കണ്ടുകൂടെ? അതെന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റാത്തത്? ഇതെന്തൊരു മോശം കാര്യമായിട്ടാണ് കാണുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ 6000 ബുക്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു 100-200ഓളം സ്ഥിരം വായനക്കാരുണ്ടെന്നാണ്. വായന ഒന്നും മരിക്കാൻ പോണില്ല. ഇനി എന്ത് ടെക്നോളജി വന്നാലും അല്ലാത്ത ഇവിടെ ഒരു അഷ്റഫ് ഉണ്ട്. എല്ലാ ദിവസവും ലൈബ്രറിയുടെ വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഇവിടെ വന്നിരിക്കും. അദ്ദേഹത്തിന് പത്രം വായിക്കാനാണ്, പക്ഷേ അദ്ദേഹത്തിന് ടെക്നോളജി ഉള്ള കാലത്ത് വീട്ടിലിരുന്നാൽ പോരെ. പക്ഷെ അദ്ദേഹം ഇവിടെ നിരന്തരം വരുന്നു, വായിക്കുന്നു. അങ്ങനെ കൂടുതൽ വായിക്കപ്പെടേണ്ടതാണ്. ഇപ്പം നമ്മൾ ഒരു തലത്തിൽ നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ചില പുസ്തകങ്ങൾ റാം കെയർ ഓഫ് ആനന്ദി, ഖദീജ, ഇതൊന്നും വിശ്വസാഹിത്യങ്ങളല്ല എന്നുള്ള വാദം ഭയങ്കരമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ സാഹിത്യ ഭാഷയിൽ അത്രമാത്രം അടയാളപ്പെടുത്താത്ത കാര്യങ്ങളാണെന്ന് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മളുടെ ഇങ്ങനെയുള്ള പോക്കുകളിൽ വാക്കുകളിൽ നിന്നാണ് ഒരു സംസ്കാരം രൂപപ്പെടുന്നത് പോലും എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ കൂടുതലധികം പറയുന്നില്ല. എൻ്റെ കർത്തവ്യം ഇതിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഏറെ ആദരണീയനായ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചെറിയൊരു വിഷമമുള്ള കാര്യമാണ്, ഇവിടെ എത്തിച്ചേരേണ്ട സി ഹരിദാസ്, എന്താ പറയുക, പൊന്നാനിക്കാരുടെ കാരണവരാണ്. അദ്ദേഹത്തിന് ഇന്നലെ തൃശ്ശൂരേക്ക് യാത്ര ചെയ്ത് തിരിച്ചു വന്നപ്പോൾ കാലിന് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. അദ്ദേഹമായിരുന്നു പുസ്തകം ഏറ്റുവാങ്ങേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന് എത്തിച്ചേരാൻ പറ്റില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് പൊന്നാനി നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടുള്ള സൗദാമിനി ടീച്ചറാണ്. അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയെ അധ്യക്ഷത വഹിക്കുന്നത് ഈ വാർഡിൻ്റെ കൗൺസിലർ കൂടിയായ, കൗൺസിലറിനോട് എനിക്ക് പറയാൻ ചില 2 വാക്കുണ്ട്. കൗൺസിലർ ഈ ലൈബ്രറിയുടെ കാര്യത്തിൽ
വളരെയധികം ഇടപെടണം എന്ന് പ്രത്യേകം ഞാൻ ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇത് ഇങ്ങനെ പോയാൽ പോരാ, ഇതിന് നമുക്ക് ഒരുപാട് മാറ്റം വരുത്തേണ്ടതുണ്ട്. നഗരസഭ ചെയ്യുന്നുണ്ട്. ഇതിന് മുകളിൽ ഒരു ഹോൾ കൂടി നിർമ്മിക്കാനുള്ള പദ്ധതിയുണ്ട്. ചെറിയ ഗാർഡൻ ചെയ്യാനുള്ള പരിപാടിയുണ്ട്. നമുക്ക് ലൈബ്രറിയിൽ റീഡിംഗ് ടേബിള് വേറെ ആളുകൾ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും കൗൺസിലറുടെ കണ്ണ് ഇവിടെ വേണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. യു മുനീബിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ പുസ്തകം എന്താണെന്ന് നമ്മളോട് പറഞ്ഞു തരാൻ, പുസ്തകത്തെ പരിചയപ്പെടുത്താൻ ശ്രീ ഷൗക്കത്ത് അലി ഖാൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് വേറൊരാൾ കൂടി വരേണ്ടതായിരുന്നു, TK അഷ്റഫ്. അദ്ദേഹത്തിന് പനി ബാധിച്ചിട്ട് വരാൻ പറ്റാത്തതാണ്. അദ്ദേഹത്തെയും ഈ സമയത്ത് നമ്മൾ ഈ പരിപാടിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ശ്രീകല ജെനിൻ വോയിസ് ആർട്ടിസ്റ്റാണ്. അവരോട് സ്റ്റേജിലേക്ക് കയറിയിരിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അവരെ ഈ പരിപാടിയിലേക്ക് ആശംസ പറയാനെത്തിയ അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ പ്രവാസിയും എഴുത്തുകാരനുമായ സുഹൃത്ത് ഷാജി ഹനീഫിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി പത്മജ, റിട്ടയർഡ് ഹെഡ്മിസ്ട്രസ്, ഈശ്വരമംഗലം ന്യൂ UP സ്കൂളിൽ. സലാം ഖാൻ്റെ ബാച്ച്മേറ്റ് സുഹൃത്തുക്കളൊക്കെയാണ്. പിന്നെ ഇവിടെ എത്തിച്ചേർന്ന ഓരോ മനുഷ്യരോടും ഹൃദയത്തിൽ നിന്ന് സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം എഴുത്തുകാരനെയും ഈ പരിപാടിയുടെ നന്ദി പറയുന്ന ലൈബ്രറിയനും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിനായിട്ട് ആദരപൂർവ്വം യു മുനീബിനെ ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ നമ്മുടെയൊക്കെ അഭിമാനം, ഈ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ, പ്രിയപ്പെട്ട വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീമതി സൗദാമിനി ടീച്ചർ, പുസ്തക പരിചയം നടത്താൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഷൗക്കത്ത് അലി ഖാൻ, ശ്രീകല ജെനിൻ, ഷാജി ഹനീഫ്, ശ്രീമതി പത്മജ, അബ്ദുൽ സലാം, ഇവിടുത്തെ ലൈബ്രറിയൻ സുജിന, ഇതിന് തുടക്കം കുറിച്ച ശ്രീ താജ് ബക്കർ ഉൾപ്പെടെയുള്ള പ്രമുഖരെ, ഈ ഒരു മഹത്തായ ചടങ്ങിന് എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുസ്തക പ്രേമികളെ, പ്രിയമുള്ളവരെ, ഞാനിവിടെ ഈ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് പക്ഷേ ഈ വാർഡിലെ ഒരു എളിയ ജനപ്രതിനിധി എന്ന നിലക്കാണ്. എൻ്റെ സന്തോഷം ഉറൂബിൻ്റെ പേരിൽ ഒരു ഗ്രന്ഥാലയം എൻ്റെ വാർഡിൽ ഉണ്ട് എന്നതും, ആ ലൈബ്രറിയിൽ ഇത്തരത്തിലുള്ള ഏറെ മഹത്തായ പരിപാടികൾക്ക് സാക്ഷ്യം വഹിക്കാൻ അത് മുഖേന എൻ്റെ വാർഡിന് കഴിയുന്നു എന്നതും ഏറെ അഭിമാനകരമാണ്. ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ അബ്ദുൽ സലാം, അദ്ദേഹം ഒരു പ്രവാസിയാണ്. അദ്ദേഹം എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സൃഷ്ടിയാണ് ഇന്നിവിടെ പ്രകാശനം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ദില്ലിയിലെ ജീവിതകാലവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പുസ്തകം അദ്ദേഹം നേരത്തെ എഴുതിയിട്ടുണ്ട്. ഈ പുതിയ കാലത്ത്, പ്രത്യേകിച്ച് നേരത്തെ ഇവിടെ താജ് ബക്കർ സൂചിപ്പിച്ച പോലെ, പ്രവാസികളിൽ നിന്നൊക്കെ തന്നെ പുതിയ പുതിയ എഴുത്തുകളും സൃഷ്ടികളുമൊക്കെ നമുക്ക് മുമ്പിൽ എത്തുന്ന ഒരു കാലഘട്ടമാണ്.
അപ്പം ഇതിനൊക്കെ അവസരമുണ്ടാകുകയും പ്രോത്സാഹനമുണ്ടാകുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ തൻ്റെ സൃഷ്ടികൾ, തൻ്റെ എഴുത്തുകൾ, തൻ്റെ സാഹിത്യമൊക്കെ മറ്റുള്ളവരറിയണം, മറ്റുള്ളവർക്ക് അതൊരു അറിവായി അവരുടെ മുമ്പിലേക്ക് ഒരു പുസ്തക രൂപത്തിൽ എത്തണമെന്നുമൊക്കെ ആഗ്രഹമുള്ള ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. അതിനൊക്കെ വേദിയൊരുങ്ങുമ്പോൾ, അതിനൊക്കെ മികച്ച സംഘാടനം രൂപപ്പെടുമ്പോൾ അതൊക്കെ ഇത്തരത്തിൽ പ്രകാശനം ചെയ്യപ്പെടുകയും നമുക്ക് മുമ്പിലേക്ക് വരികയും ചെയ്യുക എന്നുള്ള ഒരു മഹത്തായ ഒരു കർമ്മത്തിന് കൂടിയാണ് നമ്മളിന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ഈ മേഖലയെക്കുറിച്ചും ഈ പുസ്തകത്തെക്കുറിച്ചുമൊക്കെ സവിസ്തരം പ്രതിപാദിക്കാൻ ഏറെ ബഹുമാന്യരായിട്ടുള്ള ആളുകൾ ഈ വേദിയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു അധ്യക്ഷൻ എന്ന നിലക്ക് എൻ്റെ സംസാരം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ മഹത്തായ പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ നമുക്കൊക്കെ ഏറെ സുപരിചിതനും നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരവുമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, പ്രിയപ്പെട്ട കവി, പ്രഭാഷകൻ, സാഹിത്യകാരൻ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ അവരുകളെ വളരെ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാനതിൻ്റെ പ്രഭാഷണമായിക്കോട്ടെ. പ്രഭാഷണത്തിനായി വളരെ ബഹുമാനപ്പെട്ട അധ്യക്ഷനാണ്. ആദരണീയനായ അധ്യക്ഷൻ, പൊന്നാനി നഗരസഭയുടെ ഈ വാർഡിൻ്റെ കൗൺസിലറായ മുനീബ്, എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഷൗക്കത്ത് അലി ഖാൻ, ഇന്നത്തെ താരം ഈ പുസ്തക രചയിതാവായ പ്രിയപ്പെട്ട അബ്ദുൾ സലാം മട്ടുമ്മൽ, ഈ പുസ്തകം ഏറ്റുവാങ്ങിയ പൊന്നാനി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ സൗദാമിനി, പ്രിയപ്പെട്ട ശ്രീകല, പത്മജ ടീച്ചർ, ഷാജി ഹനീഫ്, താജ് ബക്കർ, സദസ്സിലും വളരെ പ്രിയപ്പെട്ട നദീറിനെ പോലെയും മുഹമ്മദ് പൊന്നാനിയെ പോലെയും ബഷീറിനെ പോലെയും നീന, ഒരുപാട് ആളുകൾ പേരെടുത്ത് പറയേണ്ട ആളുകൾ, ജനു അല്ലേ, ജനു അല്ലേ ഇതിൻ്റെ പ്രസാധകൻ, പ്രിയ സുഹൃത്ത് ജനു അടക്കം എല്ലാവർക്കും നമസ്കാരം. ഒരു പുസ്തകം പ്രകാശിപ്പിക്കപ്പെടുമ്പോൾ 1000 കാരാഗ്രഹങ്ങൾ അടച്ചു പൂട്ടപ്പെടും എന്നാണ് ഞങ്ങൾ ആലങ്കാരികമായിട്ടെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പുസ്തക പ്രകാശനങ്ങളുടെ എണ്ണം വർദ്ധിക്കും തോറും ആഹ്ലാദിക്കുന്ന ഒരാളാണ് ഞാൻ. നേരത്തെ താജ് ബക്കർ പറഞ്ഞു, പൊന്നാനിയിൽ ഇടയ്ക്കിടയ്ക്ക് പുസ്തക പ്രകാശനമുണ്ട്. അത് ദിവസം ധാരാളം പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറട്ടെ എന്നാണ് എൻ്റെ ആശംസ. കാരണം എഴുത്തുകാരായിത്തീരുന്ന ആളുകൾ ചുരുങ്ങിയ പക്ഷം ക്രിമിനലുകളാവുകയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. സർഗാത്മകത
ഹിംസാത്മകതയെ ചെറുക്കും എന്നാണ് ഞങ്ങളൊക്കെ എപ്പോഴും പ്രത്യാശിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെമ്പാടും ഹിംസാത്മകത വർദ്ധിച്ചു വരുന്നു. വലിയ തോതിലുള്ള യുദ്ധങ്ങൾ, പരസ്പര വൈരങ്ങൾ, വിദ്വേഷം, വെറുപ്പ്, അകൽച്ച, അതൊക്കെ മാനവരാശിക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. ഈ യുദ്ധ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളൊന്നും വിദ്യാഭ്യാസമില്ലാത്ത ആളുകളല്ല. നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ആയുധ വ്യവസായത്തിലും യുദ്ധ വ്യവസായത്തിലും ഏർപ്പെട്ടിരിക്കുന്നത്. ഞാനൊരു 4-5 മാസം മുമ്പ് പങ്കെടുത്തൊരു പരിപാടി 18,000 കുട്ടികളുടെ പേര് വിളിച്ചു പറഞ്ഞൊരു പരിപാടിയാണ്. പലയിടത്തും അത് നടന്നിരുന്നു. അത് ഗസയിൽ മരിച്ച കുട്ടികളുടെ പേരുകളായിരുന്നു. ഒരു ലിസ്റ്റ് എടുത്ത് വായിച്ചു. അത് ആ കുട്ടികളെ അറിയാൻ വേണ്ടി മാത്രമല്ല, ഇനി മേലിൽ അങ്ങനെ കുട്ടികൾ കൊല ചെയ്യപ്പെടരുത് എന്ന് ലോകത്തെ ഉദ്ബോധിപ്പിക്കാനാണ്. ഒരു കുറ്റവും ചെയ്യാത്ത കുട്ടികൾ ഗസയിൽ, പലസ്തീനിൽ, അപ്പുറത്ത് ഇസ്രായേലിൽ, ഇവിടെ ഇറാനിൽ, ഉക്രൈനിൽ, റഷ്യയിലൊക്കെ ഈ കോവിഡിന് ശേഷവും എത്രയോ കൊല ചെയ്യപ്പെട്ടു. ഇപ്പം ഹിംസാവാസന ലോകത്ത് പെരുകി വരുന്നു. വിദ്വേഷത്തിൻ്റെ പ്രത്യയശാസ്ത്രം, വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം മനുഷ്യനെ തമ്മിൽ അകറ്റിക്കൊണ്ടിരിക്കുന്നു. അത് രാഷ്ട്രീയത്തിൻ്റെ പേരിലാവാം, നിറത്തിൻ്റെ പേരിലാവാം, വർണ്ണത്തിൻ്റെ, വർഗത്തിൻ്റെ, വംശത്തിൻ്റെ, മതത്തിൻ്റെ ഒക്കെ പേരിലാകാം. പല കാരണങ്ങൾ കൊണ്ട് ഇത്തരം അകൽച്ചകൾ, ഹിംസകൾ, യുദ്ധങ്ങൾ, വെറുപ്പ് ഒക്കെ വ്യാപിക്കുമ്പോൾ സർഗാത്മകത സ്നേഹത്തെയാണ് ഉദ്ഘോഷിക്കുന്നത്. സ്നേഹം, സൗഹാർദ്ദം, മൈത്രി, പാരസ്പര്യം, മാനവികത, ഇങ്ങനെ ചില മൂല്യങ്ങളെയാണ് ലോകത്തെ സാഹിത്യം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഇവിടെ അബ്ദുൽ സലാം മാട്ടുമ്മലിൻ്റെ ഈ കൃതി കൂട്ടക്കടവ് അത്തരത്തിലൊരു പുസ്തകമാണ്. അത് പ്രണയത്തെ ശാശ്വതീകരിക്കുന്നു. പ്രണയം എന്നത് ഈ സ്നേഹത്തിൻ്റെ മറ്റൊരു വകഭേദമാണ്. ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ അതിപ്രശസ്തമായൊരു കവിതയിൽ പ്രേമം എന്നാണ് അദ്ദേഹം സ്നേഹത്തെ ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം, ഭക്തി അനുരാഗദയാദിവപുസ്സ പരാത്മചൈതന്യം, പലമട്ടേന്തി പാരിതിനെങ്ങും പ്രകാശമരുളുന്നു. ഭക്തി, അനുരാഗം, ദയ, പ്രണയം, കാരുണ്യം എന്നിങ്ങനെ പല പര്യായങ്ങളിൽ സ്നേഹം അറിയപ്പെടുന്നു. ആ കവിത ഒരു നീണ്ട കവിതയാണ്. അതിൽ പലയിടത്തും അദ്ദേഹം പലതും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുണ്ട്, അയ്യൻ പുലയനിലുണ്ട്, ആദിത്യനിലുണ്ട്, അണുകൃമിയിലുമുണ്ടതിൻ പരിസ്ഫുരണം. അതിന് ജാതി മതമൊന്നും വ്യത്യാസമില്ല. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലും അയ്യൻ പുലയനിലും എല്ലാ മതത്തിൽപ്പെട്ട മനുഷ്യരിലും സ്നേഹമാണ് പ്രകാശിക്കുന്നത്. അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്കരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. എൻ്റെ അടുത്തിരിക്കുന്ന താജ് ബക്കർ എന്ന അനുജനെ, ഷൗക്കത്ത് അലി എന്ന അനുജനെ, അബ്ദുൽ സലാം എന്ന അനുജനെ കാണാൻ എനിക്ക് കണ്ണില്ലെങ്കിൽ അരൂപനായ ഈശ്വരനെ ഞാൻ ഒരിക്കലും കാണുകയില്ല. ഞാനിത് പറയാനല്ല ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഈശ്വരൻ എന്ന സങ്കല്പം എഴുത്തുകാരെ സംബന്ധിച്ച് നമ്മുടെ കൂടെയുള്ള മനുഷ്യരിലാണ് ഈശ്വരനുള്ളത്. മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് ഈശ്വരീയമായ ഒരനുഭവമാണ്. അതിൻ്റെ ഒരു വലിയ വികാസം അബ്ദുസലാമിൻ്റെ ഈ നോവലിലുണ്ട്. കൂട്ടക്കടവ് എന്നത് നമ്മുടെ അടുത്തൊരു പ്രദേശമാണ്. കൂടല്ലൂർ MTയുടെ നാട്ടിലെ പ്രദേശമാണ്. MTയുടെ നാടാണ് കൂട്ടക്കടവ്. ശരിക്കും കൂടല്ലൂർ അത് നേരിട്ട് അബ്ദുസലാം പറഞ്ഞിട്ടില്ല. തൂതപ്പുഴ നിളാനദിയിൽ വന്ന് കൂടുന്ന സ്ഥലമാണ് കൂടല്ലൂരും കൂട്ടക്കടവും. കൂടൽ ഊരാണ്, കൂടുന്ന ഊര്, കൂട്ടക്കടവ്. ഇത് രണ്ടും കൂടിച്ചേരുന്ന കടവ്, രണ്ടെണ്ണം ചേരുന്ന കടവാണ്. സ്നേഹത്തിൻ്റെ, പ്രേമത്തിൻ്റെ അടയാളമെന്നാണ്. ഒരാൾക്ക് ഒറ്റയ്ക്ക് അവനവനെ തന്നെ പ്രേമിക്കാൻ പറ്റില്ല, അല്ലേ? അതൊരു ആത്മരതിയാവും. മറ്റൊരു ജീവൻ, പേശലമല്ലൊരു വസ്തുവും ഉലകിൽ പ്രേക്ഷകനില്ലെന്നാൽ മറ്റൊരാളെ കാണുമ്പോഴേ സൗന്ദര്യവും പ്രണയവും ഉണ്ടാവും. അങ്ങനെ റൈഹാൻ എന്ന ഒരു ചെറുപ്പക്കാരൻ പ്ലംബിംഗ് ജോലിക്ക് വേണ്ടി കൂട്ടക്കടവിൽ കൂടല്ലൂരിൽ വരുന്നു.
അവിടെ വെച്ച് കുട്ടൻ എന്ന സുഹൃത്തിനെ പരിചയപ്പെടുന്നു. ആ കൂടല്ലൂരിൻ്റെ പരിസരങ്ങളുടെ ഭംഗി മുഴുവൻ വളരെ മനോഹരമായിട്ട് കുറ്റിപ്പുറത്തുനിന്ന് NHS ഇതൊരു ബസ്സിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര തുടങ്ങി വളരെ സൂക്ഷ്മമായി കുറ്റിപ്പുറം തൊട്ട് കൂറ്റനാട് വരെ, കൂറ്റനാടാണ് പിന്നീട് റൈഹാൻ താമസിക്കുന്നത്, ആ പ്രദേശത്തിൻ്റെ പ്രകൃതിയുടെ മനോഹരമായ ആഖ്യാനം ഈ പുസ്തകത്തിലുണ്ട്. അവിടെ വെച്ച് റൈഹാൻ സമീറ എന്നൊരു പെൺകുട്ടിയെ തീപ്പെട്ടി കമ്പനിയിൽ ജോലിക്കാണ്, പ്ലംബിംഗ് ജോലിക്കാണ് പോയത്. തീപ്പെട്ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമീറ എന്നൊരു പെൺകുട്ടിയുമായിട്ടുണ്ടാകുന്ന ഒരു പ്രണയം, അത് വളരെ വിശുദ്ധവും നിഷ്കളങ്കവുമായൊരു പ്രണയമാണ്. രണ്ട് ഗ്രാമീണ മനുഷ്യർ തമ്മിലുണ്ടാകുന്ന ആ പ്രണയത്തിൻ്റെ മനോഹരമായൊരു ആവിഷ്കാരം ഇതിലുണ്ട്. പിന്നെ കൂറ്റനാട് താമസാക്കുമ്പോഴും ഈ പ്രണയത്തിൻ്റെ മറ്റൊരടയാളം വന്നുപെടുന്നുണ്ട്. പക്ഷേ അത് ആ പ്രണയമായിട്ട് വികസിക്കുന്നില്ല. ഏതായിരുന്നാലും പെട്ടെന്ന് ഖത്തറിലേക്ക് പോകാൻ വിസ വരുന്നു. അത് യാത്ര പറയാൻ വേണ്ടിയപ്പോഴേക്കും സമീറയുടെ ഉമ്മയെ പരിചയപ്പെട്ടിട്ടുണ്ട്. സമീറയുടെ ജ്യേഷ്ഠൻ അവിടെ കച്ചവടമുണ്ട്. അതൊക്കെ അറിയാം. ഈ സമീറയോട് യാത്ര പറയുന്നു, ഉമ്മയോട് യാത്ര പറയുന്നു. അവിടെ പോയാൽ കത്തയക്കണമെന്ന് സമീറയുടെ ഉമ്മ പറഞ്ഞു. കത്തയക്കാൻ മേൽവിലാസം വേണം, അഡ്രസ്സ് എവിടെ? അപ്പോൾ അഡ്രസ്സ് കൊടുക്കുക എന്ന് ഉമ്മ സമീറയോട് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് സമീറ മുഖം കടുപ്പിക്കുകയും അഡ്രസ്സ് വേണ്ട എന്ന് പറയുകയും ചെയ്തു. പ്രണയ നിഷേധത്തിൻ്റെ ഒരു ചെറിയ ശബ്ദമാണത്. എന്തുകൊണ്ടതല്ല, പെട്ടെന്ന് എന്താണ്, അതുവരെ പ്രണയത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ശാലീന സുഭഗമായ ഒരു സ്ഥലത്ത്, അന്നത്തെയൊക്കെ പ്രേമം എന്ന് പറഞ്ഞാൽ ഇന്ന് 19 ആൾ കൂടി ചാടിക്കളിച്ച് പാട്ടുപാടുന്നൊന്നുമല്ല. അടുത്തുകൂടെ പോകുമ്പോഴുള്ള ഒരു എണ്ണയുടെ മണോ ഒക്കെ പ്രണയത്തിന് കാരണമാവുമെന്ന് MP തന്നെ പറഞ്ഞിട്ടുണ്ട്. ചെറിയ ചില കാരണങ്ങൾ മതി. ഈ പൂരപ്പറമ്പിലൊക്കെ പോയിട്ട് കാമുകിയെ കാണുന്നത്, എവിടെയോ നിൽക്കുന്ന ഒരു കാമുകിയെ കാലഡോസ്കോപ്പിയൻ വ്യൂ എന്നാണ് പറയുക. ഇതിയൊക്കെയോ തട്ടിത്തിരിഞ്ഞ് കണ്ണിൻ്റെ നോട്ടം കാമുകിയുടെ കണ്ണിൽ ചെന്ന് തട്ടുമ്പോൾ വൈദ്യുതി പ്രവഹിക്കുന്ന അനുഭവമൊക്കെയാണ് ആ കാലത്തെ പ്രണയം. അങ്ങനെ ഒരു പ്രണയമേ സമീറയും റൈഹാനും തമ്മിൽ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ എന്തുകൊണ്ടോ അഡ്രസ്സ് വേണ്ട എന്ന് കർക്കശമായി പറഞ്ഞത് സമീറിൻ്റെ മനസ്സിലൊടുക്കി. ഞാൻ ഈ കഥ മുഴുവൻ പറഞ്ഞാൽ ഷൗക്കത്തിന് പണിയില്ലല്ലോ. ഏതായിരുന്നാലും കഥ മുഴുവൻ പറയുന്നില്ല. ഈ പുസ്തകം നിങ്ങൾ വാങ്ങി വായിക്കണം. ഞാൻ നിങ്ങൾക്കൊരു പരിണാമഗുപ്തി ഉണ്ടാക്കിത്തരാം, വായിക്കാൻ പ്രേരിപ്പിക്കാം, അല്ലേ? ഇതൊരു പുതിയ പ്രസാധകനാണ്. ജനു മലയാളം യൂണിവേഴ്സിറ്റിയിൽ ആണ് പഠിക്കല്ലേ ഇപ്പോൾ, PhD ചെയ്യുന്നു. മിടുക്കനായ ഒരു എഴുത്തുകാരനും പ്രഭാഷകനൊക്കെയാണ്. ജനുവിൻ്റെ കൂടെ ഞാൻ 1-2 പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരാണ് പുതിയ പ്രസാധകന്മാർ. അപ്പോൾ പ്രസാധകനെ സംബന്ധിച്ചും സലാമിനെ സംബന്ധിച്ചും ഇത് വിറ്റ് കിട്ടിയ പണം കൊണ്ട് ജീവിക്കേണ്ടി വരില്ല. എന്നിരുന്നാലും പുസ്തകം വാങ്ങണം. ഇത് ചായ കുടിക്കാനുള്ള പൈസയുള്ളൂ. ഇതിലെന്താ വില സലാമെ വെച്ചിരിക്കുന്നത്? 250, ഒരു 200 രൂപയ്ക്ക് കൊടുത്തുവിടുന്നു. ഇന്ന് ഡിസ്കൗണ്ടായിട്ട് 200 രൂപയ്ക്ക് തരും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങി വായിക്കാം. വായനാശീലമുള്ള ആളുകളാണെങ്കിൽ ഇത് വായിച്ചതുകൊണ്ട് യാതൊരു നഷ്ടവും ഉണ്ടാവില്ല. ഞാനിപ്പോൾ അങ്ങനെ ഗ്യാരണ്ടിയുള്ള പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുമ്പോൾ പറയും, വായിച്ചിട്ട് എന്തെങ്കിലും നഷ്ടം നിങ്ങൾക്ക് വന്നാൽ ഞാൻ പൊന്നാനി താലൂക്ക് തന്നെയാണ്, എൻ്റെ നമ്പർ കൊടുത്തിട്ട് പോവാം, നഷ്ടപരിഹാരം ഞാൻ തന്നുകൊള്ളാം എന്ന് ഗ്യാരണ്ടി പറയാവുന്ന അത്ര റീഡബിളായ ഒരു പുസ്തകം. വളരെ പാരായണക്ഷമമാണ്. ഞാനൊരൊറ്റ ഇരിപ്പില്ല. ഇന്നലെ രാത്രി ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. സലാമിനോട് പുസ്തകം വായിക്കണം, ഞാൻ പുസ്തക പ്രകാശനത്തിന് പോകുമ്പോൾ ആ പുസ്തകം വായിച്ചേ പോകും, അതെൻ്റെ ഒരു നിർബന്ധമാണ്. ഇത്രയും കാലം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പുസ്തകം വേണമെന്ന് പറയുമ്പോൾ രാത്രി ഞാനില്ലാത്ത പാതിരാ വീട്ടിലാണ് അദ്ദേഹം ആ പുസ്തകം വെച്ചിട്ട് പോയി. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇരുന്ന ഇരിപ്പിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ആ പുസ്തകം ഞാൻ വായിച്ചു തീർന്നു. ഒറ്റ വായനയിൽ ഒറ്റ ഇരിപ്പിൽ വായിക്കാവുന്ന പുസ്തകമാണ്. പറഞ്ഞു വന്നത്, ഈ സമീറ അഡ്രസ്സ് കൊടുക്കാൻ വിസമ്മതിച്ചത് ഒരു പ്രണയഭംഗത്തിൻ്റെ അനുഭവമായി. ഖത്തറിൽ പോയി പോകുന്ന വഴിയിൽ വിമാനത്തിൽ വെച്ച് സെലിൻ എന്നൊരു ഗോവക്കാരിയെ പരിചയപ്പെടുന്നു. അതൊരു വഴിത്തിരിവാണ്. സെലിനുമായിട്ടൊരു സൗഹൃദം ഉണ്ടാകുന്നു. അത് പ്രണയബന്ധമൊന്നുമല്ല, സെലിൻ ഒരു സുഹൃത്താണ്. നിർഭാഗ്യവശാൽ സമീറയുടെ ഓർമ്മ ഉണ്ടെങ്കിലും സമീറയോട് ബന്ധപ്പെടാൻ മാർഗമില്ല. സെലിനെ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ജോസ് എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. സെലിനും ജോസും തമ്മിലൊരു സൗഹൃദവും ബന്ധവും ഉണ്ടാകുന്നു. അതിൽ സെലിൻ ഗർഭിണിയാകുന്നു. ആ ഒരു അപകടത്തിൽ തൻ്റെ സുഹൃത്തുമുഖേന അഭിഹിതഗർഭം ധരിക്കേണ്ടി വന്ന ആ കൂട്ടുകാരിയെ സഹായിക്കേണ്ടി വരുന്നു. ഗർഭഛിദ്രം നടത്തിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നു. സമീറയായിട്ട് ബന്ധങ്ങളൊന്നുമില്ല. ആദ്യത്തെ തവണ നാട്ടിലെത്തിയപ്പോൾ ഉപ്പയും ഉമ്മയും കൂടെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ മൊഞ്ചത്തിയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കെ പെണ്ണിൻ്റെ വീട്ടുകാർ വന്നിട്ട് പറഞ്ഞു, ഈ കല്യാണം നടക്കാൻ സാധ്യതയില്ല, താല്പര്യമില്ല അവർക്കതിൽ. അതിന് കാരണം ഈ സെലിനുമായിട്ട് ഗൾഫിൽ ഇയാൾ
ഉണ്ടെന്ന് കരുതപ്പെട്ട ബന്ധം, ഇയാൾക്കല്ല ബന്ധം ഉണ്ടായിരുന്നതെങ്കിലും അതിൻ്റെ അപവാദം വന്നതുകൊണ്ടാണ്. ഇങ്ങനെയാണ് കഥ വികസിക്കുന്നത്. അതിൽ ഏറ്റവും വിചിത്രമായൊരു കാര്യം, പിന്നീട് സെലിനുമായി സൗഹൃദം ഉണ്ടാകുന്നു. സെലിനും തള്ളിപ്പറയുന്നു കിട്ടും. സെലിൻ്റെ സഹോദരൻ റോണി എന്ന് പറയുന്ന ഒരാളുമായിട്ടുള്ള അസ്വാരസ്യം കൊണ്ട് സെലിനും തള്ളിപ്പറയുന്ന ഒരു സാഹചര്യത്തിൽ ഉറക്ക ഗുളികകൾ അടിമപ്പെട്ട് മാനസിക തകർച്ച വന്ന് ഒരു യാത്രക്കിടയിൽ അപകടത്തിൽപ്പെട്ട് റൈഹാൻ 17 വർഷമാണ് കോമയിൽ കിടക്കുന്നത്. ആ കഥയുടെ വല്ലാത്ത വിചിത്രമായൊരു ട്വിസ്റ്റാണ്. റൈഹാൻ പോകുന്ന കാലത്ത് കത്തെഴുത്തൊക്കെ ആയിരുന്നു. ഒരു 90കളിലൊക്കെ ആയിരിക്കും റൈഹാൻ പോയി കിടാം. അന്ന് കത്തെഴുത്തൊക്കെ ആയിരുന്നു. 17 വർഷം കഴിഞ്ഞ് അത്ഭുതകരമായ വിധത്തിൽ ഇദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടും. അപ്പോഴേക്കും ആളുകൾ ഫോണൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ആ ഒരു കാലത്തെ ഒരു മാജിക്കൽ റിയലിസം പോലെയാണ് അബ്ദുൽ സലാം മാട്ടുമ്മൽ. ഇതൊരു പക്ഷേ ഒരു വലിയ ചെറിയ നോവലിന് പറ്റുന്നൊരു ജോലിയല്ല. വളരെ അസാധാരണമായ രീതിയിൽ കാലത്തെ രണ്ടായിട്ട് വ്യവച്ഛേദിച്ചു. ബാക്കി ഞാൻ പറയുന്നില്ല. പിന്നീട് ഈ കഥയ്ക്കകത്ത് വലിയൊരു ട്വിസ്റ്റ്, പുതിയ കാലം പ്രവേശിക്കുന്നു. ഈ കഥയുടെ പുതിയ കാലമാണ് അത്ഭുതം. ആ കാലം സോഷ്യൽ മീഡിയ വഴി എങ്ങനെയാണ് ഒരു പുതിയ അന്വേഷണം, ഒരു അപസർപ്പക നോവൽ വായിക്കുന്നത് പോലെ, ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുന്നത് പോലെ അന്വേഷണാത്മകമായ ഉദ്വേഗജനകമായ ശേഷം ഭാഗങ്ങൾ നിങ്ങൾ പുസ്തകം വാങ്ങി വായിക്കുക. അവിടെയാണ് ഈ നോവലിൻ്റെ ഏറ്റവും മനോഹാരിത കിടക്കുന്നത്. ആ ഭാഗത്താണ് ഒരു കൈയടക്കമുള്ള എഴുത്തുകാരനാണ് അബ്ദുൽ സലാം മട്ടുമ്മൽ എന്ന് നല്ല വായനക്കാർക്ക് മനസ്സിലാകുന്നത്. ബാക്കിയൊക്കെ എഴുതാൻ സാധാരണക്കാർക്ക് പറ്റും. ബാക്കിയെല്ലാം അത് ഞാനിതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു സാധാരണ എഴുത്തുകാരൻ എഴുതാം. പക്ഷേ ഈ 17 വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം ആ കഥയുടെ പരിണാമഗതികളെക്കുറിച്ച് അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്ന ഏറ്റവും നവീനമായ ഒരു ഫാൻറ്റസി എന്നോ പലതരത്തിൽ ആഖ്യാന സങ്കേതങ്ങളെന്ന് പറയാവുന്ന ആ ജോലി ഒരുപക്ഷെ അബ്ദുൽ സലാം എന്ന എഴുത്തുകാരൻ ഇനിയും എഴുത്തിൻ്റെ രംഗത്ത് വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ ധൈര്യം തരുന്നതാണ്. അതുകൊണ്ട് അബ്ദുൽ സലാം ഇനിയും എഴുതണം. നല്ല ഭാഷയാണ്, റീഡബിളാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് ഒരു പുസ്തകം എഴുതി നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുമെന്ന് പറയാൻ പറ്റും. അല്ലാതെ പുസ്തകം വായിക്കൽ വായനക്കാരുടെ ബാധ്യതയൊന്നുമല്ല, അല്ലേ? ഞാനൊരു പുസ്തകം എഴുതി അത് നിങ്ങളൊക്കെ വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. പുസ്തകം വായിപ്പിക്കണം, വായിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കണം പുസ്തകം. ആ അർത്ഥത്തിൽ അബ്ദുൽ സലാമിൻ്റെ പുസ്തകം വായിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. കൂട്ടക്കടവിൽ പ്രണയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, 2 നദികൾ കൂടുന്നതിൻ്റെ, 2 സംസ്കാരങ്ങൾ കൂടുന്നതിൻ്റെ, രണ്ടായതൊക്കെ ഒന്നായി തീരുന്നതിൻ്റെ ഒരു വലിയ രൂപകമാണ് കൂട്ടക്കടവ്. വാസ്തവത്തിൽ ഈ വലിയ എഴുത്തുകാർ ഈ രണ്ടായതിനെയൊക്കെ ഒന്നാക്കാനാണ് പരിശ്രമിച്ചു പോന്നിട്ടുള്ളത്. ഇത് രാമായണ മാസമാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിന് മുമ്പ് എഴുതിയ ഹരിനാമ കീർത്തനത്തിൽ പറയുന്നത്, ഒന്നായ നിന്നയിഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായ ഒരിണ്ടലിഹ മിണ്ടാവതല്ല മമ. ഒന്നായതിനൊക്കെ രണ്ടായി കണ്ടതാണ് ഇണ്ടലുകൾക്കൊക്കെ കാരണം. ഇണ്ടൽ എന്ന് പറഞ്ഞാൽ ദുഃഖം. എല്ലാ ദുഃഖങ്ങളും ഉണ്ടായത് ഒന്നായതിനെയൊക്കെ രണ്ടാക്കിയത് കൊണ്ടാണ്. പണ്ടക്കണക്കെ വരുവാൻ നിൻ കൃപാവലികളുണ്ടാകയെങ്കലിഹ നാരായണായ നമ. ഭക്തിയോടുകൂടി ദൈവത്തോട് പറയുന്നത്, ദൈവമേ ഞങ്ങളെ പഴയതുപോലെ ഒന്നാക്കി തരണേ എന്നാണ്. നമ്മെ 2 അല്ല 3 അല്ല 4 ആക്കി, ഹിന്ദുവാക്കി, മുസൽമാനാക്കി, ക്രിസ്ത്യാനിയാക്കി, നമ്മെ കണ്ടാലറിയാതാക്കി, 1000 മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളാക്കി, മനുഷ്യൻ തെരുവിൽ മരിക്കുകയും മതങ്ങൾ ചിരിക്കുകയും ദൈവം തെരുവിൽ മരിക്കുകയും ചെകുത്താൻ ചിരിക്കുകയും ചെയ്യുന്നൊരു ക്രമത്തിലേക്ക് മനുഷ്യരെ മാറ്റിയ, ഭിന്നിപ്പിച്ചതൊക്കെ ഒന്നാക്കി തരണം എന്നാണ് എല്ലാ എഴുത്തുകാരുടെയും പ്രാർത്ഥന. കുഞ്ഞുണ്ണി മാഷ് 2 വരിയിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. അപ്പോൾ ഒന്നാവാനുള്ള വഴി നന്നാവലാണ്, നന്നാവാനുള്ള വഴി ഒന്നാവലാണ്. അപ്പോൾ ഒന്നായാലേ നന്നാവുകയുള്ളൂ, നന്നായാലേ ഒന്നാവുകയുള്ളൂ. അപ്പോൾ ആദ്യം എന്താ ചെയ്യുക? ഒന്നായാലേ നന്നാവൂ, നന്നായാലേ ഒന്നാവും. കല്യാണം കഴിച്ചാലേ ഭ്രാന്ത് മാറും, ഭ്രാന്ത് മാറിയാലേ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മതി. ഇത് രണ്ടും കൂടി ഒന്നിച്ച് സംഭവിക്കേണ്ടതാണ്. വലിയ എഴുത്തുകാർ, എഴുത്തച്ഛനെ ഈ അധ്യാത്മരാമായണമൊക്കെ എന്നും ദിവസേന വായിക്കുന്നത് എന്തിനാണ്? വെറുതെ ഒരു തമാശയ്ക്ക് വായിക്കുകയല്ല. എഴുത്തച്ഛൻ ജാതി നാമാദികൾക്കല്ല ഗുണഗണം. 16-ാം നൂറ്റാണ്ടിൽ പറയാണ്, ജാതി, പേര്, മതം തുടങ്ങിയ വിഭാഗീയതകൾക്കല്ല ഗുണം. മനുഷ്യനൊരു ഗുണമേ ഉള്ളൂ, അത് മാനവികതയാണ്.
പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാം ഒഴുകുന്ന കാഷ്ഠങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ ജീവിതം. ഈ ഉറൂബ് സാംസ്കാരിക കേന്ദ്രം എന്ന വഴിയമ്പലത്തിൽ വന്ന് കുറച്ചു നേരം ചെലവഴിച്ച് പിരിഞ്ഞു പോകുന്ന യാത്രികരാണ് നമ്മൾ. നാളെ എന്നെ നിങ്ങൾ കണ്ടുകൊള്ളണമെന്നില്ല, നിങ്ങളെയൊക്കെ ഞാൻ കണ്ടുകൊള്ളണമെന്നില്ല. ഇന്നലെ നിങ്ങൾ പലരും എന്നെ കണ്ടിട്ടില്ല, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. പക്ഷേ ഈ വഴിയമ്പലത്തിൽ നമ്മൾ അബ്ദുൽ സലാം പാട്ടുങ്ങൾ കാരണമായിക്കൊണ്ട് ഒരുമിച്ചിരിക്കുന്നു. ഈ നദിയിലൂടെ ഒഴുകുന്ന കാഷ്ടം എന്ന് പറഞ്ഞ മരം എന്നാണ് അവിടെ അർത്ഥം കേട്ടോ. സാധാരണ അർത്ഥമല്ല, കാഷ്ടത്തിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അർത്ഥമല്ല. ഈ നദിയിലൂടെ ഒഴുകി പോകുന്ന മരങ്ങൾ പോലെ ചഞ്ചലമാണ് ജീവിതം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമായുസ്സും ഓർക്ക നീ. വന്യസന്തപ്ത ലോഹസ്താംബുബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം. ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. ഞാനിപ്പോൾ ഈ രാമായണത്തിലെ വരികൾ ഉദ്ധരിച്ചത് ഇത് ഓർത്തുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ചൊല്ലേണ്ടതാണ്. പാമ്പിൻ്റെ വായിലകപ്പെട്ട തവള അവിടെ ഇരുന്ന് ചില്ലി ചിക്കൻ ഓർഡർ ചെയ്യുന്ന പോലെ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതം, അല്ലേ? നമ്മൾ മരണമാകുന്ന കാലസർപ്പത്തിൻ്റെ വായിൽ ഏത് സെക്കൻഡും പെടാവുന്ന വിധത്തിൽ ഇരിക്കുകയാണ്. നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന എല്ലാത്തിനും ഗ്യാരണ്ടി ഉണ്ട്. 20 വർഷം ഗ്യാരണ്ടിയുള്ള ടെലിവിഷൻ, 10 വർഷം ഗ്യാരണ്ടിയുള്ള വാഷിംഗ് മെഷീൻ, അല്ലെ? പല ഗ്യാരണ്ടികളുള്ള അനേകം വീട്ടുപകരണങ്ങൾ വാങ്ങി വെച്ച് അതിൻ്റെയൊക്കെ ഗ്യാരണ്ടി കാർഡ് പോക്കറ്റിൽ വെച്ച് ഇതിൻ്റെയൊക്കെ സൂക്ഷിപ്പുകാരനായ ഗ്യാരണ്ടർ ഞാനാണെന്ന് വിചാരിക്കുന്ന എനിക്ക് മാത്രം ഒരു സെക്കൻഡിൻ്റെ ഗ്യാരണ്ടി ഇല്ല എന്ന വിചിത്രവും തമാശ കലർന്നതുമായ ഒരു നാടകമാണ് ജീവിതം. അതുകൊണ്ട് മനുഷ്യന് ഈ വഴിയമ്പലത്തിൽ കണ്ടുമുട്ടുമ്പോൾ ചെയ്യാവുന്നത് പരസ്പരം സ്നേഹിക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ ഉള്ളൂർ സ്വാമിയുടെ വരികൾ. സ്നേഹമാണ് അഖിലസാരം ഊഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമാം. ആശാൻ ലോകത്തുള്ള ഏത് എഴുത്തുകാരെ എടുത്താലും അവർ സ്നേഹത്തെയാണ്. ഞാൻ കുട്ടിക്കാലത്തൊക്കെ കേട്ട ഒരു തേക്ക് പാട്ട്, പുഞ്ചപ്പാടം തേകി നനയ്ക്കുന്ന ആളുകൾ പാടിയിരുന്നൊരു പാട്ട്, അതൊരു മാപ്പിളപ്പാട്ടാണ്. അതിൻ്റെ വരികൾ മുഴുവൻ എനിക്ക് അറിഞ്ഞൂടെ, 2 വരി കേട്ടോ ഓർമ്മയുള്ളൂ. പുഞ്ചപ്പാടം തേകി നനക്കാൻ പാടെന്താണ്, പക്കെ പുഞ്ചിരി കൊണ്ടൊരു കൽബ് നിറയ്ക്കാൻ സെക്കൻഡാണ്. ലളിതമായൊരു കവിതയാണ്. പുഞ്ചപ്പാടം തേകി നനയ്ക്കാൻ പാടെന്താണ്. അന്ന് ഈ ചക്രം ചവിട്ടിയിട്ട് വേണം പുഞ്ചപ്പാടം തേകി നിറയ്ക്കാൻ. ദിവസങ്ങളോളം ചക്രം ചവിട്ടണം. പുഞ്ചിരി കൊണ്ട് ഒരു കൽബ് നിറയ്ക്കാൻ സെക്കൻഡാണ്. ഒരു സെക്കൻഡ് ഒരു പുഞ്ചിരി കൊണ്ട് ഒരു മനുഷ്യൻ്റെ കൽബ് സ്നേഹം കൊണ്ട് നിറയ്ക്കാം. 2 വരി കവിതയാണ്. അതിൽ പുഞ്ചപ്പാടം എന്ന മലയാളം വാക്കുണ്ട്, പുഞ്ചിരി എന്ന സംസ്കൃതം വാക്കുണ്ട്, കൽബ് എന്ന അറബി വാക്കുണ്ട്, സെക്കൻഡ് എന്ന ഇംഗ്ലീഷ് വാക്കുണ്ട്. 2 വരി കവിതയിൽ 4 ഭാഷയിലെ വാക്കുകളുണ്ട്. പക്ഷേ അതിൽ ഈ വാക്കുകൾക്കപ്പുറത്തേക്കൊരു വാക്ക് സ്നേഹത്തിൻ്റെ വാക്കാണ്. ഒരു പുഞ്ചിരി കൊണ്ട്. ഇതൊക്കെയാണ് പിന്നീട് അക്കിത്തൊക്കെ എഴുതിയത്. ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യ നിർമ്മല പൗർണമി. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ ചെലവാക്കവേ, അല്ലേ? അവിടെയാണ് ഹൃദയത്തിൽ ഉലാവുന്നു നിത്യനിർമ്മല. ഉദിക്കയാണ് എന്ന ആത്മാവിൽ 1000 സൗരമണ്ഡലം. നിരുപാധികമാം സ്നേഹം ബലമായി വരും ക്രമാൽ. ഇതാണ് അഴകിതേ സത്യം, ഇത് ശീലിക്കൽ ധർമ്മവും. ഉപാധികളില്ലാത്ത സ്നേഹം. ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ രാഷ്ട്രീയ കക്ഷിയുടെയോ അടിസ്ഥാനത്തിലല്ലാതെ മനുഷ്യൻ മനുഷ്യനെയും മനുഷ്യൻ ജീവജാലങ്ങളെയും ജീവജാലങ്ങൾ മനുഷ്യരെയും സ്നേഹിക്കുന്ന ഒരു വലിയ ലോകക്രമം. ഇതിനാണ് എല്ലാ നല്ല കൃതികളും. വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറയുന്ന ഒരു വാചകം, മനുഷ്യരെ നിങ്ങളെ ഞാൻ ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വിവിധ ഗോത്രങ്ങളുടെ അടയാള വ്യത്യാസങ്ങൾ തന്നിരിക്കുന്നത് തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. എൻ്റെ വേഷവും നിങ്ങളുടെ വേഷവും ഒരുപോലെ ആയാൽ, നമ്മളൊക്കെ ഒരുപോലെ ആയാൽ കണ്ടാൽ അറിയില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ജാതി നാമാദികളോ ഗോത്രനാമാദികളോ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ വെച്ചിരിക്കുന്നത്. ഇതാണ് അടിസ്ഥാനപരമായി വേദഗ്രന്ഥങ്ങളായാലും വിശിഷ്ട സാഹിത്യ ഗ്രന്ഥങ്ങളായാലും ലോകത്തെ പഠിപ്പിക്കുന്നത്. ഈ ഏകത്വമാണ്. നമ്മളൊരു മഹാനായ എഴുത്തുകാരൻ്റെ പേരിലുള്ള സ്ഥാപനത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഉറൂബ് എന്നാണ് ആ
മഹാനായ എഴുത്തുകാരൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പേര് ശരിക്കും PC കുട്ടിക്കൃഷ്ണ മേനോൻ എന്നായിരുന്നു. ഈ PC കുട്ടിക്കൃഷ്ണ മേനോൻ ഉറൂബ് എന്ന പേരുള്ള ഒരു അറബി വാക്ക് എന്തിനാണ് തൻ്റെ പേരായി സ്വീകരിച്ചത് എന്ന് ഇവിടെ വെച്ചെങ്കിലും നമ്മൾ ആലോചിക്കണ്ടേ. ആ കാലത്ത് ഇതൊരു 100 വർഷത്തോളമെങ്കിലും 100 വർഷമായില്ലെങ്കിലും ഒരു 19 വർഷം മുമ്പ് PC കുട്ടിക്കൃഷ്ണ മേനോൻ എന്ന് പറയുന്ന ഒരു യാഥാസ്ഥിതിക മേനോൻ, യാഥാസ്ഥിതികനല്ലാത്തതുകൊണ്ടാണ് ഉറൂബ് എന്ന അറബി വാക്ക്, അസ്തമയം എന്നോ മറ്റോ ആണ് അതിൻ്റെ അർത്ഥം, അല്ലേ ഷൗക്കത്തെ? ഉറൂബ്. ഇപ്പോൾ ഉറൂബ് എന്ന വാക്ക് എന്തുകൊണ്ടാണ്? അദ്ദേഹം പൊന്നാനിക്കാരനായതുകൊണ്ട്. ഈ അറബി വാക്കുകളുമായിട്ട് നേരത്തെ പറഞ്ഞില്ലേ, അറബി സംസ്കാരവുമായി അറേബ്യൻ സംസ്കാരവുമായി ഒക്കെ നേരത്തെ നൂറ്റാണ്ടുകളായി 3000 കൊല്ലം മുമ്പ് ഇസ്ലാം ആവിർഭവിക്കുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പൊന്നാനി തിണ്ടിസ് എന്നറിയപ്പെട്ട പൊന്നാനി തുറമുഖത്തിന്, തിണ്ടിസ് എന്ന് പൊന്നാനിയാണെന്ന് ഇപ്പോഴും സമ്മതിക്കാത്ത ആളുകളുണ്ടെങ്കിലും തിണ്ടിസ് എന്ന് പിൽക്കാലത്ത് വിളിക്കപ്പെട്ട, അപ്പുറത്ത് മുസിരിസ്, അതിനപ്പുറത്ത് പന്തലായിനി, തിണ്ടിസ് പൊന്നാനി അല്ലെന്നും കോഴിക്കോടിനും പൊന്നാനിക്കും ഇടയിലുള്ളൊരു സ്ഥലമാണെന്നൊക്കെ ചരിത്രകാരന്മാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ആ പഴയ പൊന്നാനിക്ക് ഏതാണ്ട് 3000 കൊല്ലം മുമ്പ് വരെയെങ്കിലും അറേബ്യൻ സംസ്കൃതിയുമായിട്ട് ബന്ധമുണ്ട്. അത്രമേൽ അടുത്ത ഹൃദയബന്ധമുണ്ടായിരുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യമായി ഒരു മുസ്ലിം ജീവിത കഥ ബഷീർ എഴുതിയതിനേക്കാൾ ആർജവത്തോടുകൂടി, അങ്ങനെ പറയാൻ പാടുള്ളൂ എന്ന് എനിക്കറിഞ്ഞുകൂടാ, എഴുതിയത് ഉറൂബ് എന്ന PC കുട്ടിക്കൃഷ്ണനാണ്. ആ നോവലിൻ്റെ പേര് ഉമ്മാച്ചു എന്നാണ്. ബഷീർ പാത്തുമ്മയുടെ ആടെ എഴുതിയിട്ടുണ്ടെങ്കിലും ഉമ്മാച്ചുവിലെ പോലെ ഇത്രയും ബലമുള്ളൊരു കർത്തൃത്വം പാത്തുമ്മയ്ക്കോ ആനുമ്മയ്ക്കോ ഒന്നുമില്ല. ഒരുപക്ഷെ മലയാളം കണ്ട, ലോകം കണ്ട ഏറ്റവും കരുത്തുറ്റ കർത്തൃത്വ ശേഷിയുള്ള ഒരു സ്ത്രീ കഥാപാത്രമാണ് ഉമ്മാച്ചു. അതിനോട് ചേർന്ന് നിൽക്കാവുന്ന മറ്റൊരു കഥാപാത്രം ഉണ്ടെങ്കിൽ ഉറൂബ് തന്നെ എഴുതിയ രാച്ചിയമ്മയാണ്. ഈ 2 കഥാപാത്രങ്ങളാണ് അത്ഭുത കർത്തൃത്വ ശേഷിയുള്ള 2 സ്ത്രീകൾ. സ്ത്രീപക്ഷത്ത് നിന്ന് എഴുതപ്പെട്ട, അതും മുസ്ലിം സ്ത്രീകൾക്ക് പൊതുസമൂഹത്തിൽ വലിയ അംഗീകാരം ഇല്ലാത്ത കാലത്ത്. ഇന്ന് അങ്ങനെയല്ല. ഞാൻ പോകുന്നിടത്തൊക്കെ ധാരാളം സ്ത്രീകളാണ് കഥകളും കവിതകളും എഴുതുന്നത്. എത്രയോ വീട്ടമ്മമാർ, മുസ്ലിം സ്ത്രീകൾ, ദളിത് സ്ത്രീകൾ, അവരൊക്കെ ശക്തമായിട്ട് എഴുതി വരുന്നു. ഞാൻ തന്നെ എത്രയോ പേർക്ക് അവതാരിക എഴുതി കൊടുക്കും. അത്ഭുതകരമായിട്ട് സ്ത്രീകൾ എഴുതുന്നു. അതിനൊക്കെ മുമ്പാണ് ഈ ഉറൂബ് ഉമ്മാച്ചുവിനെ സൃഷ്ടിക്കുന്നത്. ഉറൂബിൻ്റെ അതിപ്രശസ്തമായ മറ്റൊരു നോവൽ ഇവിടെ നേരത്തെ താജ് ബക്കർ പറഞ്ഞു, സുന്ദരികളും സുന്ദരന്മാരും. പൊന്നാനിക്കാരനായതുകൊണ്ടാണ് ലോകത്തുള്ളവരൊക്കെ സുന്ദരികളും സുന്ദരന്മാരുമാണെന്ന് ഉറൂബ് പറഞ്ഞു. സകല മനുഷ്യരും സുന്ദരികളും സുന്ദരന്മാരും. അതുകൊണ്ടായിരിക്കും ഇവിടെ നോക്കുമ്പോൾ സുന്ദരികളെയും സുന്ദരന്മാരെയും മാത്രമേ കാണാനുള്ളൂ. ഇത് പൊന്നാനിക്ക് മാത്രമുള്ളൊരു സവിശേഷതയാണ്. വിരൂപരായിട്ടുള്ള ഒരാളും പൊന്നാനിയിൽ ഇല്ല. അതെന്തുകൊണ്ടാണ് സൗന്ദര്യമുണ്ടായത്? നിങ്ങൾ ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും വായിച്ചിട്ടുണ്ടോ? നിർബന്ധമായി വായിക്കേണ്ട ഒരു പുസ്തകമാണ്. എങ്ങനെയാണ് മനുഷ്യന് സൗന്ദര്യം ഉണ്ടാകുന്നത്? അത് ഉറൂബ് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സന്ദർഭം, വലിയ നോവലാണല്ലോ, സന്ദർഭം മാത്രമാണ്. അതിൽ ഇരുമ്പൻ ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം മതം മാറി സുലൈമാനായി. ഇരുമ്പൻ ഗോവിന്ദൻ നായർ മതം മാറിയപ്പോൾ ഇരുമ്പൻ സുലൈമാനായി. ഇരുമ്പൻ എന്ന പേര് പോയില്ല. പക്ഷെ സുലൈമാൻ കലായിൽ മരച്ചാപ്പയിൽ ജോലി ചെയ്യുമ്പോൾ മരച്ചാപ്പയ്ക്കടുത്ത് ചായക്കച്ചവടം നടത്തിയിരുന്ന ഖദീജ എന്ന 2 കുട്ടികളുള്ള ഒരു സ്ത്രീയെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു. പണ്ട് അയാൾ നാട്ടിൽ ജീവിച്ച കാലത്ത് അയാൾക്കൊരു പ്രണയിനി ഉണ്ടായിരുന്നു. ആ പ്രണയിനി ഒരു ലഹളക്കാലത്ത് നഷ്ടപ്പെട്ടു പോയി. പിന്നീടാണ് അയാൾ ഖദീജയെ സ്വീകരിച്ചത്. ഒരു ചെറുപ്പക്കാരൻ അക്കാലത്ത് കല്ലായിപ്പുഴയിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു. സുലൈമാൻ അയാളെ രക്ഷിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് പണ്ട് ഗോവിന്ദൻ നായരായിരുന്ന കാലത്ത് ഇയാൾക്ക് തൻ്റെ പ്രണയിനിയിലുണ്ടായ മകനാണ് ഈ ചാടിച്ചാവാൻ പോയ വിശ്വനാഥൻ. ഇയാളിപ്പോൾ സുലൈമാനാണ്, ഖദീജയുടെ കെട്ടിയോനാണ്, 2 കുട്ടികളുമായിട്ട് കുടുംബമായിട്ട് ജീവിക്കുകയാണ്. ഇപ്പോൾ ഖദീജയോട് പോയിട്ട് ഞാൻ പണ്ട് ഗോവിന്ദൻ നായരായിരുന്നു, എനിക്കൊരു മകനുണ്ടായിരുന്നു, അവനാണ് ഈ പുഴയെ ചാടി ചാവാൻ പോയതെന്നും പറഞ്ഞാലത്തെ സ്ഥിതി എന്തായിരിക്കും? ഒരു സാധാരണ വീട്ടമ്മയാണ് ഖദീജ. പക്ഷെ സത്യസന്ധനായതുകൊണ്ട് ഇതൊക്കെ ഭാര്യയോട് തുറന്നു പറയാൻ സുലൈമാൻ തീരുമാനിച്ചു. സുലൈമാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഖദീജയുടെ മുഖത്തേക്ക് നോക്കി. ഈ അമ്പരപ്പിക്കുന്ന വാർത്ത കേട്ട് അവളുടെ മുഖത്ത് വല്ല സ്തോഭ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ ആ മുഖത്ത് ഒരു ഭാവഭേദവുമില്ല. അപ്പോൾ സുലൈമാൻ ചോദിക്കും, ഖദീജ, നിനക്കിത് താങ്ങാൻ കഴിയുമോ? അതിന് ഖദീജ പറയുന്നൊരു മറുപടി ഉറൂബ് എഴുതിയിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നു? എൻ്റെ 2 മക്കളെ നിങ്ങൾ പോറ്റുന്നില്ലേ? അപ്പോൾ നിങ്ങളുടെ മോൻ എൻ്റെ മോനും പാടെ അല്ലേ? എൻ്റെ 2 മക്കളെ നിങ്ങൾ പോറ്റുന്നില്ലേ? അപ്പോൾ നിങ്ങളുടെ മോൻ എൻ്റെ മോനും പാടെ അല്ലേ? അതിനടിയിൽ ഉറൂബ് ഒരു വാചകം കൂടി എഴുതി, ആ നിമിഷത്തിലേതുപോലെ അത്രയും സുന്ദരിയായി
അയാൾ ആ കുടുംബിനിയെ അതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. ഞാനൊരു കോളേജിൽ പോയിട്ട് ഈ സന്ദർഭം വിസ്തരിച്ചു. ഇതൊരു കുട്ടികളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഖദീജ അങ്ങനെ സുന്ദരിയായി കാണപ്പെട്ടത്? അപ്പോഴൊരു ഇരുതൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഓള് ഫെയർ ആൻഡ് ലവ്ലി പുരട്ടിയിട്ടുണ്ടായിരിക്കും സാറേ. അപ്പോൾ കുട്ടിക്ക് അറിയാവുന്നത് ഫെയർ ആൻഡ് ലവ്ലി പുരട്ടിയാൽ മുഖത്ത് കാണപ്പെടുന്നതാണ് സൗന്ദര്യം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. ഫെയർ ആൻഡ് ലവ്ലി എന്നുള്ളൊരു പേര് അവനറിയുന്നൊരു സൗന്ദര്യവർദ്ധക വസ്തുവാണ്. എന്നാൽ ഉറൂബ് പറയുന്നത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പുരട്ടിയിട്ടല്ല, മനുഷ്യരിൽ മനുഷ്യ സ്നേഹം വർദ്ധിക്കുമ്പോൾ കാണപ്പെടുന്ന ചൈതന്യമാണ് സൗന്ദര്യം. മനുഷ്യരിൽ മനുഷ്യ സ്നേഹം വർദ്ധിക്കുമ്പോൾ കാണപ്പെടുന്ന ചൈതന്യമാണ് സൗന്ദര്യം. അപ്പോൾ ഞാൻ നിങ്ങളെയൊക്കെ കാണുന്നത് സുന്ദരികളും സുന്ദരന്മാരുമായിട്ടാണ്. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരനായ ഒരാളുടെ പേരാണ് അബ്ദുൽ സലാം മട്ടുമ്മൽ. അദ്ദേഹം പ്രണയത്തെ അനശ്വരമാക്കാനാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സുന്ദരനായ അബ്ദുൽ സലാമിൻ്റെ സുന്ദരമായ പുസ്തകം ഈ സുന്ദരമായ സായം സന്ധ്യയിൽ ഉറൂബിൻ്റെ പേരിലുള്ള ഈ മഹാസ്മാരകത്തിൽ വെച്ച് പ്രകാശിപ്പിക്കാൻ ഭാഗ്യമുണ്ടായതിൽ ഞാൻ എന്നെ തന്നെ അഭിനന്ദിക്കുന്നു. അല്ലേ, എനിക്കാണല്ലോ ഭാഗ്യമുണ്ടായത്, അതുകൊണ്ട് ഞാൻ എന്നെ അഭിനന്ദിക്കുന്നു. എനിക്ക് പിന്നൊരു സന്തോഷമുള്ളത്, 30 വർഷം മുമ്പ് ഈ സ്ഥാപനം തുടങ്ങിയ കാലത്ത് ഞാനിതിൻ്റെ ഒരു സംഘാടക പ്രവർത്തകനായിരുന്നു. അന്ന് ഉമ്മർകുട്ടി എന്ന് പറയുന്ന വളരെ പ്രിയങ്കരനായ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഉമ്മർകുട്ടി കോവിഡ് കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. പൊന്നാനിയിൽ ഒരുപക്ഷെ സാംസ്കാരിക രംഗത്ത് പല പരീക്ഷണങ്ങളും നടത്തി വിജയിപ്പിച്ച വലിയ ഒരു പ്രതിഭാശാലിയായിരുന്നു ഉമ്മർകുട്ടി. ഉമ്മർകുട്ടി എന്നൊക്കെ അറിയാമായിരിക്കും. ഉമ്മർകുട്ടി എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു. എൻ്റെ ഒരു കൊല്ലം സീനിയറായിട്ട് പൊന്നാനി എം എസ് സ്കൂൾ പഠിച്ചാണ്. ഞാൻ ഈ 76 തൊട്ട് ഈ പൊന്നാനിയുടെ പരിസരത്ത് തന്നെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് 76 എന്ന് പറഞ്ഞാൽ കൊല്ലത്രയും എൻ്റെ വയസ്സിൻ്റെ കണക്കുകൾ കൂട്ടണ്ട. 76-ൽ കേരളത്തിലെ വയസ്സിൻ്റെ കണക്ക് അങ്ങനെ കൂട്ടി പരിഭ്രമിക്കേണ്ട. കേരളത്തിലിപ്പോൾ യൗവനം ആരംഭിക്കുന്നത് 60 വയസ്സിലാണ്. ഒരു 6 കൊല്ലം മുമ്പാണ് ഞാനത് കണ്ടുപിടിച്ചത്. 6 കൊല്ലം മുമ്പ് ഞാൻ കണ്ടുപിടിച്ച ഒരു രഹസ്യം, കേരളത്തിൽ യൗവനം ആരംഭിക്കുന്നത് 60 വയസ്സിലാണ്. അപ്പോൾ യൗവനം തുടങ്ങി വളരെ കുറച്ച് പ്രായമായ സുന്ദരന്മാരും സുന്ദരികളുമായ യുവതി യുവാക്കളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സംസ്കാരം നമുക്ക് നിലനിർത്തണം. മനസ്സിൻ്റെ സ്നേഹവും മതേതര മാനവികതയും, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു സ്വപ്നം എഴുത്തുകാരതാണ്. ഇപ്പോൾ MT അന്ന് ഉമ്മർകുട്ടിയുടെ പ്രേരണയിൽ MT വാസുദേവൻ നായരെ ഇവിടെ പ്രസംഗിക്കാൻ വിളിച്ചുകൊണ്ട് വന്ന് ഞാനാണ്. എൻ്റെ ഒരു അഭിമാനമായിട്ട് പറയാതെ, എൻ്റെ അവകാശവാദമല്ല. 30-30 കൊല്ലം മുമ്പ് ഈ സ്ഥാപനം, അന്ന് ഇതല്ല, വേറൊരു കെട്ടിടമായിരുന്നു. ആ കെട്ടിടം പൊളിഞ്ഞു പോയി അല്ലേ, ആ മാറ്റിപ്പണിഞ്ഞു. ആ കെട്ടിടത്തിൽ അന്ന് ആളുകൾ ചോദിച്ചു, ഈ കടപ്പുറത്ത് എന്തിനാണ് നിങ്ങൾ ഉറൂബിൻ്റെ പേരിൽ അല്ലേ? അങ്ങനെ ഞാനിപ്പോൾ പറയുന്നില്ല, അത് വളരെ ഞങ്ങളൊക്കെ ആക്ഷേപിച്ചു ആളുകൾ. ഇവിടെയാണോ നിങ്ങൾ ഉറൂബിന് സ്മാരകം ഉണ്ടാക്കേണ്ടത്? പല ആക്ഷേപകാലത്തുണ്ടായത്, ഞാൻ പറയുന്നില്ല. ഏതായിരുന്നാലും ഇവിടെ തന്നെയാണ് ഉറൂബിന് സ്മാരകം ഉണ്ടാകേണ്ടത് എന്നതിന് ഈ സന്ധ്യ, ഈ സായന്തനം എനിക്ക് സാക്ഷ്യം തരുന്നു. കാരണം ഒരു പുസ്തക പ്രകാശനത്തിൽ ഇത്രയും മനസ്സ് നിറഞ്ഞ ആളുകൾ പങ്കെടുത്തു. ഞാൻ സാധാരണ ഒരു 10 വാക്ക് പറഞ്ഞ് പ്രകാശിപ്പിക്കാൻ വന്നയാളാണ്. ഇത്രയും പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷേ ഈ അന്തരീക്ഷത്തിൻ്റെ ഒരു പ്രലോഭനീയമായ സ്നേഹം കൊണ്ട് പറഞ്ഞു പോയതാണ്. തീർച്ചയായും ഇനിയും നമുക്ക് മനുഷ്യരായി തന്നെ മുന്നോട്ട് പോകണം. മനുഷ്യരാവുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ജീവിച്ചതിലും സ്നേഹമുള്ള ലോകത്ത് ജീവിക്കാനിട വരണം. പലസ്തീനിലെ കുട്ടികളുടെ ലിസ്റ്റ് പോരെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒന്നൊടുക്കപ്പെട്ട കുട്ടികളുടെ ലിസ്റ്റുകൾ വായിക്കാൻ ഇടവരാതിരിക്കണം. അതുകൊണ്ട് നമ്മൾ മനുഷ്യരാവണം. മനുഷ്യരാവുക എന്നതിന് വേണ്ടിയാണ് എഴുത്തുകാരൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊക്കെ ഇന്നും എന്നും ഈ ഒരൊറ്റ ധർമ്മമാണ് അനുഷ്ഠിക്കുന്നത്. മനുഷ്യനെ കൂടുതൽ മനുഷ്യത്വത്തിലേക്ക് നയിച്ച് പുതിയ മനുഷ്യരെ സൃഷ്ടിക്കുക എന്നതാണ് സാഹിത്യത്തിൻ്റെ കാലത്തെയും ധർമ്മം. തീർച്ചയായും അബ്ദുൽ സലാം മട്ടുമ്മലിന് കൂടുതൽ എഴുതാൻ സാധിക്കട്ടെ. ഉറൂബ് സാംസ്കാരിക നിലയം, ഞാൻ തീർച്ചയായും മുനീബിനോട് എൻ്റെ വക കൂടെ അപേക്ഷ, ഇത് നമുക്ക് ഒരു വലിയ സ്മാരകമാക്കി നിലനിർത്തണം. അത് നഗരസഭയ്ക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യണം. ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാകും. എല്ലാവർക്കും സ്നേഹം മാത്രം ആശംസിച്ചുകൊണ്ട് അങ്ങേയറ്റം വിനയത്തോടു കൂടി കൂട്ടക്കടവ് എന്ന ഈ പുസ്തകം ഞാൻ പ്രകാശിപ്പിച്ചിരിക്കുന്നു. നമസ്കാരം. ഇവിടെ പുസ്തക പരിചയം നടത്തുന്നത് പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ ഷൗക്കത്ത് അലി ഖാനാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ
ഈ മഹത്തായ ഗ്രന്ഥാലയത്തിൻ്റെ ഒരു പുരോഗതി നമ്മുടെയൊക്കെ ഇതിൻ്റെ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി ഒരു വലിയ മാറ്റമുണ്ടാക്കണം. ഇവിടെ എൻ്റെ സഹപ്രവർത്തക കൂടി സൗദാമിനി ടീച്ചർ കൂടി ഉണ്ടാകും. നഗരസഭയിൽ നിന്ന് അതിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സൗദാമിനി ടീച്ചറെ, നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ നഗരസഭ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഷാജി അനീഫ്, ബഷീർക്ക പോലുള്ള ഒട്ടനവധി ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് സൗഹൃദരായ ഇതിനോട് താല്പര്യമുള്ള ആളുകളൊക്കെ ഉൾപ്പെടുത്തി ഇതിൻ്റെ ഒരു വലിയ വികസനം സാധ്യമാക്കേണ്ടതുണ്ട്. അതിനെ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം എന്നുകൂടി ആഗ്രഹിക്കുകയാണ്. ഷൗക്കത്ത് അലി ഖാനെ പുസ്തകം പരിചയപ്പെടുത്തുന്നതിനായി ആദരവോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പുസ്തക പരിചയം എന്ന് പറയുന്ന വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു പരിപാടിക്കാണ് എന്നെ ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ളത്. അത് എത്രത്തോളം ഭംഗിയായി ചെയ്യാൻ കഴിയും എന്ന് ഞാൻ ആശങ്കപ്പെടുകയാണ്. കാരണം നന്നായി പറയാൻ തന്നെയാണ് ആഗ്രഹം. പക്ഷേ സലാമിൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ സലാമിൻ്റെ പുസ്തകത്തെക്കുറിച്ച് മാത്രമല്ല, പുസ്തക ബാഹ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ അതിനൊരു പൂർണ്ണത ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് പുസ്തകബാഹ്യവുമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ പുസ്തകത്തെ ലളിതമായ രീതിയിൽ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. കാരണം പുസ്തകത്തിൻ്റെ ഏറെക്കുറെ അതിൻ്റെ ഘടന പ്രകാശനത്തോടൊപ്പം അദ്ദേഹം ഏറെക്കുറെ സൂചിപ്പിച്ച് കഴിഞ്ഞു. എങ്കിൽ പോലും സലാം എൻ്റെ സഹപാഠിയായിരുന്നു. 1981 കാലഘട്ടത്തിൽ പൊന്നാനി AV സ്കൂളിൽ 10C എൻ്റെ കൂടെ, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പഠിച്ചിരുന്നു. അങ്ങനെ 78-81 കാലഘട്ടത്തിൽ പൊന്നാനി AV ഹൈസ്കൂളിൽ ഉണ്ടായിട്ടുള്ള 10ാം ക്ലാസ്സുകാരുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ വാട്സപ്പ് കൂട്ടായ്മ ആണ് സത്യത്തിൽ ഈ പുസ്തകത്തെ സാധ്യമാക്കിയതും. ഈ പുസ്തകത്തിന് മുന്നേ സലാം എഴുതിയിട്ടുള്ള തീരം തേടും ദില്ലിക്കാലം എന്ന പുസ്തകത്തെ സാർത്ഥകമാക്കിയതും ആ വാട്സപ്പ് കൂട്ടായ്മയാണ്. ആ വാട്സപ്പ് കൂട്ടായ്മ കോവിഡ് 2020-കളിലാണെന്ന് തോന്നുന്നു ആ വാട്സപ്പ് കൂട്ടായ്മ രൂപീകൃതമായത്. പലതരത്തിലുള്ള ഞങ്ങൾ 1966 ഭൂമിയിലേക്ക് വന്ന ആളുകളാണ് ഞങ്ങൾ. 1981 ഞങ്ങൾക്ക് 15 വയസ്സായിരുന്നു. അങ്ങനെ ലോകത്തിൻ്റെ പല കാര്യങ്ങളും കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ടായിട്ടുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ആ വാട്സപ്പ് കൂട്ടായ്മ ആളുകൾ അതിലേക്ക് വന്നു. രസകരമായിരുന്നു അതിൻ്റെ രൂപീകരണം. അത് വന്ന സമയത്ത് അതിനെ തുടർച്ച ഉണ്ടാവുമോ എന്ന ഘട്ടത്തിൽ ആ വാട്സപ്പ് കൂട്ടായ്മയെ ഖത്തറിൽ നിന്ന് അത് ഏറ്റെടുത്ത് അതിനെ നിയന്ത്രിച്ചിരുന്നത് സലാമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്ന് പഠിച്ച 78-81 കാലഘട്ടത്തിൽ പഠിച്ച വലിയ ഉന്നതമായ മാർക്ക് കിട്ടിയ ആളുകളൊക്കെ ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. ഞങ്ങളെ മലയാളം പഠിപ്പിച്ചിരുന്ന കാളി ടീച്ചർ, അതേപോലെ തന്നെ മലയാളം പഠിപ്പിച്ച ശൂലവാണി മാഷ്, മലയാള അധ്യാപികരായിരുന്ന മറ്റ് പല ആളുകളും, നങ്ങേലി ടീച്ചർ, അവരൊന്നും ഒക്കെ ഞങ്ങൾ ഓർക്കുകയാണ്. നങ്ങേലി ടീച്ചറൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. ഭാഷ പഠിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ അദ്വിതീയമായിട്ടുള്ള ഒരു ടീച്ചറായിരുന്നു അവർ, കാളി ടീച്ചറൊക്കെ. അപ്പോൾ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് മലയാളം പഠിപ്പിച്ച ഒരു അധ്യാപിക ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഞങ്ങളൊക്കെ വലിയ രീതിയിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ 10 ഫസ്റ്റ് ക്ലാസ്സാണ് ഉണ്ടായിരുന്നത്. വലിയ രീതിയിൽ പിന്നെ AV സ്കൂളിൽ അന്നത്തെ റെക്കോർഡ് മാർക്ക് കിട്ടിയ ഒരു ക്ലാസ്സായിരുന്നു. പക്ഷേ ഭാഷയിൽ അഭിരമിച്ച ആളുകൾ, അല്ലെങ്കിൽ ഭാഷ പിന്നീട് ഉപയോഗിച്ച ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു പോവുകയുണ്ടായിരുന്നു. അന്ന് AV സ്കൂളിലെ കാലഘട്ടത്തിൽ ഇന്ന് വരെ കാലഘട്ടത്തിൽ എടുത്തു നോക്കിയാൽ മലയാള ഭാഷയ്ക്ക് തനതായിട്ടുള്ള സംഭാവന ചെയ്ത ആളുകളുടെ എണ്ണം എടുത്തു നോക്കിയാൽ വളരെ പരിമിതമാണ്. അതൊരു പക്ഷേ KT സതീശനെ പോലെ, അതല്ലെങ്കിൽ പിന്നീട് വന്ന ഷാജി അനീഫിനെ പോലെ, അതല്ലെങ്കിൽ വിജു നാരങ്ങാടിയെ പോലെ. വിജു നാരങ്ങാടി ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ സീനിയറായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് ഡിഗ്രി കാലഘട്ടത്തിൽ എൻ്റെ സഹപാഠി കൂടിയായിരുന്നു. അങ്ങനെ ഭാഷയിൽ അന്ന് അത്യുന്നതമായ രീതിയിൽ മാർക്കിൻ്റെ തള്ളിച്ചുകൊണ്ട് വലിയ വലിയ വിജയങ്ങൾ നേടിയെടുത്ത ആളുകളൊക്കെ പിന്നീട് ഭാഷ ഉപേക്ഷിക്കുന്ന ഒരു കാലം. കാരണം അവർക്ക് ഭാഷ ആവശ്യമില്ലാത്ത കാലം. ഞാൻ 10ാം ക്ലാസ്സിലെ എൻ്റെ ആ 80-81 കാലം ഓർക്കുകയാണ്. അന്ന് പിൻബെഞ്ചിൽ നിന്ന് മുൻനിരയിലേക്ക് വന്ന് കണ്ണ് ചിമ്മി ഞങ്ങളോട് സംസാരിച്ചിരുന്നു, ചന്ദ്രനുമായി ഇടപെട്ടിരുന്ന ഒരു വികൃതി പയ്യനായിരുന്നു സലാം. പിന്നീട് ഞാൻ സലാമിനെ ഓർത്തെടുക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേക രീതിയിലുള്ള കണ്ണ് ചിമ്മിയിട്ടുള്ള ഒരു ശരീരഭാഷയിൽ നിന്നാണ് ഞാൻ സലാമിനെ ഓർത്തെടുക്കുന്നത്. അന്ന് ഒരു ആവറേജ് വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങൾ. പക്ഷേ
അന്ന് മലയാളത്തിൽ വലിയ മാർക്ക് കിട്ടിയ 50-ൽ 50 മാർക്ക് 49 മാർക്ക് കിട്ടിയ ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് അവരൊക്കെ നമ്മളെ മലയാളം ഉപേക്ഷിക്കേണ്ടത്. പക്ഷേ ബറേക്ക എന്ന നോവൽ എഴുതി കെ.ടി. സതീശൻ, അദ്ദേഹത്തിൻ്റെ കളങ്കപ്പെട്ടവൻ്റെ ചൂണ്ടൂരിൽ എന്ന പുസ്തകം, പിന്നീട് ബിജു നായരങ്ങാടി 1-2-3 പുസ്തകങ്ങൾ നമ്മളെ ഭാഷയ്ക്ക് വേണ്ടി സംഭാവന ചെയ്തത്, ഷാജി അരീഫ് 6-7 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ അന്ന് പഠിച്ച ആളുകളൊന്നുമല്ല പിന്നീട് ഭാഷയിൽ നന്നായിട്ടുള്ളത്. ഭാഷ കൈകാര്യം ചെയ്യുകയും ഒരു പക്ഷേ ആ വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിക്കുന്നതിലേക്ക് ഉള്ള ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ടാണ് സലാം മാറുന്നത്. അപ്പോൾ അങ്ങനെ ഭാഷയിൽ നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ നന്നായി പഠിക്കുന്ന ആളുകളല്ല ആ ഭാഷ പിന്നീട് ഏതെങ്കിലും രീതിയിൽ വിനിയോഗിക്കുന്നത്. അത് ഒരു പക്ഷേ അന്നത്തെ ക്ലാസ് മുറികൾ തഴഞ്ഞ നങ്ങേലി ടീച്ചർ വൃത്തവും ശാർദൂല വിക്രീഡിതം ഉപമയും ഉൽപ്രേക്ഷയും ഒന്നും മനസ്സിലാക്കാതെ എഴുതിത്തള്ളിയ ആളുകളാണ് പിന്നീട് ഭാഷയിൽ ശോഭിച്ചത്. അങ്ങനെ ഭാഷയിൽ തൻ്റേതായ രീതിയിൽ ഒരു പുസ്തകവുമായി, ആദ്യ പുസ്തകം തീരന്തേടും ദില്ലിക്കാലമാണെങ്കിൽ ഇപ്പോൾ സലാം എഴുതിയിട്ടുള്ള പുസ്തകം കൂട്ടക്കടവ് എന്നുള്ള പുസ്തകവുമായി അദ്ദേഹം പൊന്നാനിയുടെ ഒരു സാംസ്കാരിക മേഖലയിൽ ഒരു നോവലിസ്റ്റായിട്ട് അടയാളപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇടയിലേക്ക് പൊന്നാനിയിൽ നിന്ന് ഒരു നോവലിസ്റ്റ് വന്നിരിക്കുന്നു. നമുക്കറിയാം, ഭാഷയിൽ നോവൽ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ 1888 ഇന്ദുലേഖ എഴുതിയ ഒ ചന്ദമേനോൻ ഇന്ദുലേഖ എഴുതിയതാണ് മലയാളത്തിൽ ഇങ്ങനെയൊരു സാഹിത്യ രൂപം നമ്മുടെ ഭാഷയിലേക്ക് വരുന്നത്. അതിന് പിന്നീട് വലിയ വായനക്കാരുണ്ടാണ്. ഇന്ന് ഏത് വായനശാല എടുത്ത് നോക്കിയാലും അതിലേറ്റവും കൂടുതൽ ഉണ്ടാവുന്ന സങ്കേതം നോവലാണ്. അപ്പോൾ നോവൽ എഴുതുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. പക്ഷേ എല്ലാവർക്കും അത് കഴിയണമെന്നില്ല. ഒരു നോവൽ എഴുതാൻ വേണ്ടി നമ്മൾ ഇരുന്നാൽ അപ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ശൂന്യതയും നമ്മളുടെ ഭാഷയുടെ പരിമിതിയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് സലാം അനുഭവിച്ചിട്ട് പുറത്ത് കടന്നിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഈ പുസ്തകം എങ്ങനെ ഞാൻ വായിച്ചു എന്നുള്ളതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം കൂടിയാണ് ഞാൻ പുസ്തകം കൊടുന്ന അന്ന് തന്നെ ഒറ്റയടിക്കൊരു പൂവമ്പഴം വായിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു പൂവമ്പഴം കഴിക്കുന്നത് പോലെ ലാഘവത്തോടെ വളരെ അയത്ന ലളിതമായിട്ടാണ് ഞാൻ പുസ്തകം വായിച്ചത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു പുസ്തകം എന്നുള്ള നിലക്ക് 1 മണിക്കൂർ കൊണ്ട് 139 പേജും 26 അധ്യായങ്ങളിലായിട്ട് അദ്ദേഹം പറഞ്ഞ സംഭവം. ഈ നോവൽ ഇങ്ങനെ ഒരു സംഭവം അദ്ദേഹം എഴുതാൻ ഉണ്ടായിരിക്കുന്ന കാരണങ്ങൾ എന്തായിരിക്കാം? ആ കാരണങ്ങൾ പരതുമ്പോൾ നമുക്ക് ഇപ്പം പ്രമേയമായിട്ടാണ് അദ്ദേഹം, ഈ പ്രണയമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഞങ്ങൾ 66-ൽ ജനിച്ച ഞങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ അന്ന് ഉപയോഗിച്ചിരുന്ന വാക്ക് പ്രേമം എന്നായിരുന്നു. വിപ്ലവം എന്ന വാക്ക് അന്ന് ഉപയോഗിച്ചിരുന്നു. ആ വാക്കുകൾ പിന്നീട് തേഞ്ഞ് വിപ്ലവം പിന്നീട് പോരാട്ടമായി, പിന്നീട് പല രീതിയിൽ തേഞ്ഞ് ഇല്ലാതായ വാക്കുകളിൽ ഒന്നാണ് ഈ വിപ്ലവം. അത് ഇപ്പോൾ പ്രതിരോധമായി മാറിയിട്ടുണ്ട്, പോരാട്ടമായിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ കേരളത്തിൽ 60കളുടെ അന്ത്യത്തിൽ അല്ലെങ്കിൽ 70കളുടെ ആദ്യത്തിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന വാക്കായിരുന്നു പ്രേമം എന്ന് പറയും. ആ പ്രേമം എന്ന് പറയുന്ന വാക്ക് ഇപ്പോൾ പ്രണയം എന്ന രീതിയിലാണ്. പ്രേമം എന്ന വാക്ക് ഒരു പഴഞ്ചനാണ്, ഒരു തന്ത വൈബായിട്ടാണ് ഇപ്പോൾ ആളുകൾ പ്രേമം എന്ന വാക്കിനെ കാണുന്നത് പോലും. ഒരു ലേറ്റസ്റ്റ് ഇപ്പോൾ കുറേ 10-30 വർഷങ്ങളായിട്ട് പ്രണയം എന്നൊരു വാക്കാണ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്രണയമാണ്. അപ്പോൾ ഈ നോവൽ, സത്യത്തിൽ ഈ നോവൽ വായിക്കുമ്പോൾ അക്കിറ്റത്തിൻ്റെ ഒരു വരി, 2-3 വരിയാണ് എനിക്ക് ആദ്യം ഓർമ്മയിൽ വന്നത്. നേരിൽ ഈ വല വീഴുകവേ ഒന്നുലയാതിരിക്കട്ടെ അലകടൽ. നേരിൽ ഈ വല വീഴുകവേ ഒന്നുലയാതിരിക്കട്ടെ അലകടൽ. ഒന്നുലഞ്ഞാൽ ജയിച്ചു ഞാൻ. അപ്പം അദ്ദേഹം നമ്മൾ നേരിലേക്ക് എഴുത്തുകാരൻ, ആരാണ് എഴുത്തുകാരനോ എഴുത്തുകാരിയോ അവനോ അവളോ ആരും ആയിക്കൊള്ളട്ടെ, അവർ ഒരു വല വീഴ്ത്താൻ ശ്രമിക്കുകയാണ്. ആ വല വീഴ്ത്തുമ്പോൾ നമ്മൾ വായനക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ പലതരം വായന നമുക്കുണ്ട്. പലതൊന്നും വായിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ വായനയുടെ കാര്യത്തിൽ ഇന്നത്തെ വായനക്കാരും കടലാണ്. ആ കടലിൽ നമ്മളൊന്ന് ഉലക്കാൻ അവർക്ക് കഴിയുമോ എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ ഒന്ന് ഉലഞ്ഞാൽ ജയിച്ചു, ഒന്ന് ഉലഞ്ഞു എന്നുള്ളത് ഒരു സത്യമാണ്. വായനാനുഭവങ്ങളുടെ പലതരം അനുഭവ സമുച്ചയത്തിലേക്ക് ഈ നോവൽ വായന കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും സമീറ എന്ന് പറയുന്ന കഥാപാത്രം, അതേപോലെ റെയ്ഹാൻ എന്ന് പറയുന്ന പഴയ കാലത്തൊക്കെ പറയുന്നത് പോലെ കാമുകൻ,
ഒരിക്കലും സാക്ഷാത്കരിക്കപ്പെടാത്ത ഒരു പ്രണയം. അത് ഒരു പക്ഷേ അന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഈ നോവൽ സംഭവിക്കുമായിരുന്നില്ല. 80കളിൽ ഒരു മൊബൈൽ ഫോൺ എന്നൊരു സാങ്കേതിക വിദ്യ കണ്ടുപിടിക്കുകയായിരുന്നെങ്കിൽ ഒരിക്കലും ഈ നോവൽ സംഭവിക്കില്ല. അപ്പോൾ ആ പ്രണയം പൂർത്തീകരിക്കപ്പെടാതെ പോവുകയാണ്. ഒരു പക്ഷേ അദ്ദേഹം പറയാൻ ആഗ്രഹിച്ച ഒറ്റ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ 139 പേജുകൾ എഴുതിയിട്ടുള്ളത്. ആ 2 വരി ഞാൻ പറയാം. ചില പ്രണയങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനാവില്ല, പക്ഷേ പരസ്പരം മറക്കാതിരിക്കാനാവും. ചില പ്രണയങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനാവില്ല, പക്ഷേ പരസ്പരം മറക്കാതിരിക്കാനാവും. അങ്ങനെ പരസ്പരം മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുണ്ടാവുക. അദ്ദേഹം തീർച്ചയായിട്ടും ഒരു നോവൽ എഴുതുമ്പോൾ നമ്മൾ ആത്മ അംശങ്ങൾ അതിലുണ്ടായിരിക്കും. അങ്ങനെ ആത്മാംശത്തിന് ഈ നോവൽ നടക്കുന്നത് തിരൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് വെച്ചിട്ടായിരിക്കും. ആത്മാംശങ്ങളിൽ കൂടെ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾക്ക് പേരുന്ന നമ്മൾ ആത്മഛായകൾ അതിലുണ്ടായിരിക്കും. അത് സ്വാഭാവികമാണ്. അപ്പോൾ ഏതെങ്കിലും ആ ഒരു പ്രണയ കഥ, ഇന്നത്തെ കാലത്ത് ഒരു പ്രണയം ഒരു നോവലിന് വിഷയമാക്കുമ്പോൾ ഭയങ്കര വെല്ലുവിളിയുള്ളൊരു കാലം. കാരണം ഏറ്റവും പുതിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ 2-3 ലക്കങ്ങളിൽ പൂച്ചപ്പാറ എന്ന് പറയുന്നൊരു കഥ വന്നിട്ടുണ്ട്. ആ പൂച്ചപ്പാറ എന്ന് പറയുന്ന കഥ രോഗാതുരിയായി രോഗശയ്യയിൽ കിടക്കുന്ന അല്ലെങ്കിൽ മരണം കാത്തു കിടക്കുന്ന ഒരു അമ്മ, ആ അമ്മ മക്കളൊക്കെ മകനെ വിളിച്ചിട്ട് ഒരാളെക്കുറിച്ച് പറയണം. ആ ആളെ എനിക്ക് കാണണമെന്നുണ്ട് ആഗ്രഹം എന്ന് പറയണം. അപ്പോൾ അത് ആരാണെന്ന് അയാൾ അന്വേഷിക്കുക. തീർച്ചയായിട്ടും തൻ്റെ അച്ഛനല്ല എന്നും തൻ്റെ അച്ഛൻ മരിച്ച കാലഘട്ടത്തിൽ ഓർക്കണം. പിന്നെ ഇത് ആരാണ് എന്ന് അന്വേഷിക്കണം. അങ്ങനെ അത് അദ്ദേഹത്തെക്കുറിച്ചിട്ട് ഉള്ള ഓർമ്മകൾ അദ്ദേഹം തിരഞ്ഞു പോവുകയാണ് ആ മനുഷ്യൻ. തൻ്റെ അമ്മയുടെ കാമുകനെ തെരഞ്ഞു പോവുകയാണ്. അങ്ങനെ അയാളെ കണ്ടെത്തുന്നതാണ് കഥയിലൊരു പ്രമേയം. ആ ഒരു സംഭവമാണ് അത് പ്രണയമാണ്. കാരണം വൃദ്ധന്മാർക്ക് പ്രണയമുണ്ടോ, അല്ലെങ്കിൽ കാരൂരിൻ്റെ മലയാളത്തിൽ പ്രശസ്തമായിട്ടുള്ള ഒരു കഥയുണ്ട്. അതിൽ മരണാസന്നമായ സമയത്ത് ഒരു കാമുകി വന്നിരിക്കുമ്പോൾ കാമുകൻ മരണാസന്നയിലാണ്. അയാളുടെ ഓർമ്മ ആയിട്ടാണ് കഥ വരുന്നത്. മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കഥകളിൽ ഒന്നാണ് കാരൂരിൻ്റെ. അതുപോലെ തന്നെ ബഷീറിൻ്റെ ഒക്കെ നമുക്ക് പ്രണയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ ജിനേഷ് മണപ്പള്ളി എന്ന് പറയുന്ന മലയാളത്തിൽ പ്രശസ്തനായിട്ടുള്ള ഒരു കവിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ളൊരു കവിത ഉണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. രോഗാതുരമായ സ്നേഹത്തിൻ്റെ 22 കവിതകൾ എന്ന് പറയുന്ന സമാഹാരത്തിലാണ് ജിനേഷ് മണപ്പള്ളി എന്ന് പറയുന്ന മലയാളത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു കവിയുടെ ഒരു കവിതയുള്ളത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. സ്നേഹത്തിൽപ്പെട്ട മനുഷ്യർ ഖനിയിൽ കുടുങ്ങിയ മനുഷ്യരെ പോലെയാണ്. പ്രാണവായുവും ലഘുപാനീയങ്ങളും മനസ്സ് തകരാതിരിക്കാനുള്ള മരുന്നുകളും പുറത്തുനിന്ന് നൽകാനാവും. പ്രാണവായുവും ലഘുപാനീയങ്ങളും മനസ്സ് തകരാതിരിക്കാനുള്ള മരുന്നുകളുമേ പുറത്തുനിന്ന് നൽകാനാവും. പുതുതായി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ അവർ രക്ഷപ്പെട്ടേ മതിയാവും. പുതുതായി, അതായത് സ്നേഹത്തിൽപ്പെട്ട ആളുകൾ പിന്നെ അവരെ സംബന്ധിച്ച് അവർ ഖനിയുടെ ഉള്ളിൽ കുടുങ്ങിയ ആളുകൾ പോലെയാണ്. അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മറ്റു പല വഴികളും കൊണ്ട് അങ്ങനെ സ്നേഹത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ആ രക്ഷപ്പെടലിൻ്റെ ഉദറിൽ നിന്ന് ഇതാണ് ഈ നോവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട്, നീ സുഭദ്രയും പാർത്ഥൻ ഞാനുമല്ലല്ലോ, കഥ കളിയല്ലോ നമ്മൾ 2 പാതകളായി, എന്തിനു വള്ളിച്ചുരുൾ തുമ്പുകൾ പോൽ ചാഞ്ചാടുന്നീ അളകങ്ങളെ നിങ്ങൾ പണ്ടത്തെ പോലെ മുന്നിൽ എന്ന്. പഴയകാലത്ത് ഒരു കാമുകിയെ കാണുമ്പോൾ വള്ളിച്ചുരുൾ പോലെ അളകങ്ങൾ ചലിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് സംക്രമണം മധുരം എന്ന കവിതയിൽ ആറ്റൂർ പറയുന്നത്. ആ രീതിയിൽ അങ്ങനെയുള്ള ചില സമകാലികമായിട്ടുള്ള ചില അനുഭവങ്ങളാണ് ഈ നോവൽ വായിച്ചപ്പോൾ എനിക്കുണ്ടായിട്ടുള്ളത്. അത്തരം അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം ഈ നോവലിലേക്ക് വന്ന സമയത്ത് ഈ കൂട്ടക്കടവ് എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം. കൂട്ടക്കടവ് MTയുടെ ജന്മദേശമാണ്. കൂടല്ലൂരിലുള്ള കൂട്ടക്കടവിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് MTയുടെ വീട്. അപ്പോൾ ആ ഇതിൽ പിന്നെ സലാം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ വിജയം എന്ന് പറഞ്ഞാൽ ആ കൂട്ടക്കടവ് എന്ന് പറഞ്ഞ വളരെ MTയുടെ പ്രദേശം തന്നെ നോവലിൽ കൊണ്ടുവരുമ്പോഴും അതിനെക്കുറിച്ച് ഒരു സൂചനകളും
അദ്ദേഹത്തിന് അറിയാം. ആ ഒരു സംഭവം അദ്ദേഹം പറ്റി അവഗണിക്കുകയാണ്. അതിൻ്റെ ഒരു സൂചന, എം ടിയുടെ ജന്മദേശമാണ് ഈ പ്രദേശം എന്ന് പറയുന്ന ഒരു സൂചനകളും അദ്ദേഹം ഇതിൽ തരുന്നില്ല. ഈ നോവൽ നമ്മൾ വായിക്കുന്ന സമയത്ത് സത്യത്തിൽ ഇത് ഗൾഫിൽ വെച്ച് സംഭവിക്കുന്ന ഒരു പ്രവാസ നോവൽ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ താമസിക്കാനെത്തുന്ന 2 പേര്, ആ വീട്ടിൽ 2 വ്യക്തി, രാംദാസും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും, ആ വീട്ടിൽ പുതുതായൊരു വീട്ടിൽ അവർ താമസിക്കാനെത്തുന്ന സമയത്ത് അവർക്കൊരു നോട്ട് ബുക്ക് കിട്ടുകയാണ്. ആ നോട്ട് ബുക്ക് അവർ വായനയ്ക്ക് എടുക്കുകയാണ്. ആ വായനയ്ക്ക് എടുക്കുമ്പോൾ വായിച്ചു കഴിഞ്ഞിട്ട് അത് ഈ നോവലിലെ പ്രമേയം, അങ്ങനെയാണ് ഈ നോവൽ വികസിക്കുന്നത്. പിന്നീട് അവൻ സമീറയുമായിട്ട് ഈ റൈഹാനുള്ള പ്രണയം പറയുന്നു. അവൻ കൂട്ടക്കടവിൽ പ്ലംബിംഗ് ജോലിക്ക് എത്തുന്ന സമയത്താണ് അവിടുന്ന് സമീറയെ കാണാനിട വരുന്നു. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി കാണുമ്പോൾ നമുക്ക് ഈ പ്രണയകാലം എന്ന് പറഞ്ഞാൽ 17-15 വയസ്സിന് മുതൽ 30 വയസ്സ് കാലഘട്ടത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കാലയളവാണ് ഈ 15 മുതൽ 25 വരെയുള്ള കാലം. ആ കാലത്ത് പ്രണയം കൂടും. ഒരുപക്ഷെ ആ ഹോർമോണിൻ്റെ അളവ് മാധവിക്കുട്ടിയെ പോലുള്ള ആളുകളിൽ 80 വയസ്സിലും അല്ലെങ്കിൽ 75 വയസ്സിലൊക്കെ പ്രവർത്തിച്ചിരുന്നത് കൊണ്ടായിരിക്കാം അവർക്ക് എപ്പോഴും പ്രണയത്തെക്കുറിച്ച് മലയാളത്തിൽ ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ളത് മാധവിക്കുട്ടിയാണ്. എൻ്റെ സ്നേഹം കാട്ടുതേൻ പോലെയാണ്, വസന്തങ്ങൾ അതിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്നാണ് മാധവിക്കുട്ടി പറഞ്ഞിട്ടുള്ളത്. ആ മാധവിക്കുട്ടിക്ക് ഈ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അളവ് ഒരു പക്ഷേ കൂടുതലായിരിക്കാം. പല ആളുകളും നമ്മുടെ നാട്ടിൽ പ്രണയം എന്ന് പറയുന്ന പ്രണയ വിവാഹങ്ങൾ ഇപ്പോൾ കൂടുതലുണ്ട്. ആ പ്രണയം വീട്ടിൽ കയറ്റാൻ പറ്റാതെ നമ്മൾ പുറത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അതിന് വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. വലിയ വലിയ ആദർശങ്ങളൊക്കെ പറയുമ്പോഴും പ്രണയം എവിടെയെങ്കിലുമൊക്കെ പുഷ്പിക്കാൻ വരുന്ന സമയത്ത് അതിന് പലതരത്തിലുള്ള വിലക്കുകളുണ്ടായിരിക്കും, പലതരത്തിലുള്ള സമീകരണങ്ങൾ വരികയും ആ പ്രണയം പുഷ്പിക്കാതിരിക്കുകയും പിന്നീട് അത് പ്രണയത്തെ ആട്ടിപ്പുറത്താക്കിയിട്ട് വേറെ ഒരാളെ നമ്മൾ അറേഞ്ച്ഡ് മാരേജിലേക്ക് നമ്മൾ കറയുകയും ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ഈ കഥ, ഈ നോവൽ വികസിക്കുമ്പോൾ റൈഹാനുമായിട്ട് സമീറയുമായിട്ടുള്ള പ്രണയം കൂട്ടക്കടയിൽ വെച്ച് സംഭവിക്കുന്നു. അദ്ദേഹം അവിടെ പ്ലംബിംഗ് ജോലിക്കാരനാകുന്നു. അവിടുന്ന് മാറിപ്പോകുന്ന സമയത്ത് ഗൾഫിലേക്ക് വിസ വന്നിട്ട് റൈഹാൻ യാത്രയാവുകയാണ്. ആ സമയത്ത് സമീറയുടെ വീട്ടിൽ പോയിട്ട് യാത്ര പറയുന്ന സമയത്ത് ഒരു അഡ്രസ്സ് കൊടുക്കുന്നില്ല. അഡ്രസ്സ് കൊടുക്കാത്തതിൽ ലീലാകൃഷ്ണനൊക്കെ സൂചിപ്പിച്ചതുപോലെ ആ പ്രണയത്തിനുള്ള വിലക്കുകളായിട്ട് അത് വായിക്കപ്പെടുമെന്ന് സലാം അറിയണം, അല്ലെങ്കിൽ സലാം ഈ നോവലിൽ പറയണം. പിന്നീട് അദ്ദേഹം ഗൾഫിൽ പോയിട്ട് ഈ തൻ്റെ പ്രണയത്തെക്കുറിച്ച് അവരോടൊക്കെ പറയുന്നു. പക്ഷേ ഒരിക്കലും പിന്നീട് അവർ കണ്ടുമുട്ടാതെ പോയിട്ടുള്ള ആ പ്രണയം പിന്നീട് അവിടുന്ന് അതിന് അറ്റുപോവുകയാണ്. അപ്പോഴാണ് പിന്നീട് അവിടെ സെലിൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കണ്ടെത്തുന്നു. അവരെ അവിഹിതം ഒരു ഗർഭമുണ്ടാകുന്നു, അവരെ രക്ഷിക്കുന്നു. പിന്നീട് സെലിനും നമ്മുടെ റീഹാനും കൂടിയിട്ടുള്ളത് അടുപ്പുണ്ടാകുന്നു. അത് പൂർത്തീകരിക്കാതെ പോകുന്നു. അയാളൊരു ആക്സിഡൻറ്റിൽ പെടുന്നു, കുറേ കാലം അബോധാവസ്ഥയിലാവുന്നു, പിന്നീട് തിരിച്ചു വരുന്നു. അങ്ങനെ തകർച്ചയിൽ പെട്ട മനുഷ്യർ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഒരു സൂചന ഈ നോവൽ നമ്മൾക്ക് നൽകുന്നുണ്ട്. പിന്നീട് ഈ നോവൽ വായിച്ചു കഴിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഇയാൾ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ഇതിലെ കഥാപാത്രങ്ങളായിട്ടുള്ള സമീറ ഈ നോവലിൽ അഭിപ്രായം രേഖപ്പെടുത്തി അവർ കണ്ടുമുട്ടുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഈ നോവൽ വളരെ സമാന്തരമായിട്ടുള്ള ഈ സമീറ റൈഹാൻ്റെ പ്രണയവും അവരുടെ ബന്ധങ്ങളും ഈ രാംദാസും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തമ്മിലുള്ള ആ ഇടയിൽ വെച്ചിട്ട് ഈ നോവൽ ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ ക്രാഫ്റ്റ്. ഇപ്പോൾ നമ്മൾ പ്രകാശനം ചെയ്യുന്ന ലീലാകൃഷ്ണൻ പറഞ്ഞു, ആ ക്രാഫ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. ആ നോവൽ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇത് എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ളത്, നമ്മളൊരു കഥ പറയാൻ ഉദ്ദേശിക്കുക, ഒരു നോവൽ കാലമാണ്. നോവലിൽ നമ്മളെ മുന്നിലുള്ളത് വലിയൊരു കാലം. ആ കാലം നോവലിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ് എഴുത്തുകാരൻ്റെ. സത്യത്തിൽ ആ ഒരു ശ്രമത്തിൽ സലാം വിജയിച്ചിട്ടുണ്ട്. ആ ക്രാഫ്റ്റ് വലിയ പരിക്കൊന്നും പറ്റാതെ ആ നോവൽ വായിച്ചെടുപ്പിക്കാൻ, അതിനെ കുരുക്കഴിക്കാൻ, ഇതിൻ്റെ ഈ സങ്കേതത്തിൻ്റെ കുരുക്കഴിക്കാൻ, പുതിയ കാലത്തിനെ അതിലേക്ക് കൊണ്ടുവരാനും അത് കൂട്ടിയോജിപ്പിക്കാനും ഈ നോവലിസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ പുസ്തകം കൂടുതൽ വായിക്കപ്പെടട്ടെ എന്നും ഈ പൊന്നാനിയിലെ നോവലിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഉറൂബ്, അതിനുശേഷം വന്നിട്ടുള്ള ഉറൂബിൻ്റെ സമകാലീനായിട്ടുള്ള പല ആളുകളുണ്ടായിട്ട് അതിനുശേഷം ഇപ്പോൾ നോവലിസ്റ്റിൽ തെളിഞ്ഞിരിക്കുന്ന അഷ്റഫിനെ പോലുള്ള ആളുകൾ, അതേപോലെ തസ്കിയ എന്ന് പറയുന്ന നോവൽ എഴുതിയിട്ടുള്ള മുഹമ്മദ് കുട്ടി, എടപ്പാളുള്ള ബറേക്ക എഴുതിയിട്ടുള്ള
ടി സതീശൻ ആ നിരയിലേക്ക് ഒരു എഴുത്തുകാരൻ കൂടി പൊന്നാനിയിൽ നിന്ന് ഒരു എഴുത്തുകാരൻ കൂടി സംഭവിക്കുന്നത് ഷഹല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മെലിയൻ കൂത്ത് എന്ന് പറയുന്ന നോവൽ വെളിയൻകൂട്ടുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു പത്രപ്രവർത്തകർ നോവൽ എഴുതി. അങ്ങനെ നോവലിസ്റ്റുകൾ വളരെ കുറവാണ്. സത്യത്തിൽ കാലത്തെ അടയാളപ്പെടുത്തുന്ന ഒരു വലിയ ഘടനയാണ് നോവൽ. പൊന്നാനിയെപ്പോലുള്ള ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും തീരദേശത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു പ്രദേശം, ഒരുപാട് വലിയ വലിയ മനുഷ്യരുള്ള ഒരു പ്രദേശം, അതൊക്കെയുള്ള പൊന്നാനി. ആ പൊന്നാനിയിൽ നിന്ന് വീണ്ടും ഒരു നോവലിസ്റ്റ്, വലിയ സംഭവങ്ങൾ, വലിയ മഹാസംഭവങ്ങളൊക്കെ, വലിയ മഹാനായിട്ടുള്ള മനുഷ്യരൊക്കെ ജനിച്ചു പോയിട്ടുള്ള ഒരു പ്രദേശമാണ് പൊന്നാനി. പ്രത്യേകിച്ചും ഇമ്പിച്ചുബായെ പോലുള്ള ആളുകൾ 919 മുതൽ 90കളുടെ മധ്യം വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതകാലം. അദ്ദേഹം അസാമാന്യമായ രീതിയിൽ സാമൂഹിക പ്രവർത്തനം നടത്തിയിരുന്ന ഒരു രാഷ്ട്രീയക്കാരനും ജനകീയനായിട്ടുള്ള ഒരു ജനകീയ നേതാവുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ജീവചരിത്രം നമുക്ക് മലയാളിക്ക് ലഭിച്ചിട്ടില്ല എന്നത് വലിയ ഒരു നഷ്ടം തന്നെയാണ്. അത് നമ്മളുടെ എഴുത്തിൻ്റെയും വലിയ നഷ്ടമാണ്. ആ ഒരു വിടവിലേക്ക്, അല്ലെങ്കിൽ അത്രയും വലിയ വലിയ ആളുകളൊക്കെ ജനിച്ച ഒരു പ്രദേശത്ത് നിന്ന് ഒരു നോവൽ, അല്ലെങ്കിൽ ഈ പഴയ കാലത്തെ നമുക്ക് തിരഞ്ഞു പിടിക്കാനുള്ള ഒരു ദൂരദർശിനിയാണ്. നമുക്ക് കാലത്തിൻ്റെ മുന്നിലേക്കൊക്കെ നമ്മൾ ദൂരദർശിനി കണ്ടുപിടിച്ചിട്ടുണ്ട്, ഗലീലിയോ. പക്ഷേ കാലത്തിൻ്റെ പിന്നിലേക്ക് സഞ്ചരിക്കാൻ എന്തുണ്ട് മാർഗം എന്നുള്ളതിന് സർഗാത്മ ലോകം നൽകിയ ഒരു ഉത്തരമാണ് നോവലുകൾ. അതുകൊണ്ട് നമ്മുടെ പഴയ സാമൂഹിക ചരിത്രം, നമ്മളെ മലയാളിയുടെ സാമൂഹിക ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുള്ളത് നോവലുകളിലൂടെയാണ്. പൊന്നാനിയിൽ സംഭവിച്ച മഹത്തായ സംഭവങ്ങൾ ഒരു നോവൽ വായിക്കുന്നത് പോലെ വായിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ചരിത്ര പുസ്തകങ്ങൾ നൽകാത്ത പാഠങ്ങൾ നമ്മൾക്ക് നോവലുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഈ നോവൽ പ്രണയം പറയുന്ന സമയത്തിൻ്റെ ഒരു കാലത്തെയും സോഷ്യൽ മീഡിയയുടെ ഉത്ഭവം, ഗൾഫ് ജീവിതം, പ്രവാസം, ബോംബെയിലേക്കുള്ള യാത്രകൾ, അവിടെ കണ്ടുമുട്ടിയ മനുഷ്യർ, ഖത്തർ, അങ്ങനെയുള്ള വലിയൊരു രാഷ്ട്രീയ ഭൂമിക ഈ ഒരു നോവലിൽ വന്നിട്ടുണ്ട്. രണ്ട് പ്രണയത്തിൻ്റെ സമാന്തരമായിട്ടുള്ള രണ്ട് പ്രണയത്തെ, സാക്ഷാത്കരിക്കപ്പെടാതെ പോയ രണ്ട് സ്നേഹബന്ധങ്ങളെ അദ്ദേഹം ചുട്ടെടുക്കാൻ വേണ്ടി വീണ്ടും റിക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള ശ്രമമാണ്. ആ ശ്രമത്തിൽ അദ്ദേഹം കാലത്തെയും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ നോവൽ മലയാളം ഏറ്റുവാങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അധ്യക്ഷന് വളരെ അത്യാവശ്യമായി പോകേണ്ടി വന്നതിനാൽ ആ സ്ഥാനം താൽക്കാലികമായി ഞാൻ ഏറ്റെടുക്കുന്നു. കവിയും ഒരു നല്ല പ്രഭാഷകനുമായ ഷൗക്കത്ത് അലി ഖാൻ്റെ വിശദമായ പുസ്തകപരിചയം നമ്മൾ ആസ്വദിച്ചു. അടുത്തത് ആശംസ പറയുന്നതിനായി സൗദാമിനി ടീച്ചറെ ആഗ്രഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ആലപ്പുഴ ലാഷന് ഷൗക്കത്ത് വിശദമായിട്ട് പറഞ്ഞു. അതുപോലെ മുൻ കൗൺസിലർ, ഈ പുസ്തകം എഴുതിയ അബ്ദുൽസലാം, സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമ്മുടെ ആലങ്കോട് ഒരുപാട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. സാഹിത്യത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും എല്ലാം വിശദമായിട്ട് പറഞ്ഞു. ഈ ഉറൂബ് സാംസ്കാരിക വേദി പൊന്നാനി മുനിസിപ്പാലിറ്റി ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടെ കറണ്ട് ഇല്ലാത്ത, ബാത്റൂം ഫെസിലിറ്റി ഒന്നും ഇല്ല എന്നുള്ളൊരു പ്രശ്നമാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നമ്മളെ ലൈബ്രറി ഉണ്ട്, ഇപ്പോൾ ഇവിടെ കറണ്ടൊക്കെ അടിപൊളിയായിട്ട് നല്ല സുഖമായിട്ട് ഇരിക്കാവുന്നൊരു അന്തരീക്ഷമാണ്. മാത്രമല്ല നമ്മുടെ പൊന്നാനിയിലെ ഈ സാംസ്കാരിക കേന്ദ്രം, ഒരു സാംസ്കാരിക കേന്ദ്രം നല്ല എന്താ പറയുക, വികസിച്ച് നല്ലൊരു ഒരു സാംസ്കാരിക കേന്ദ്രം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ആ രീതിയിൽ നമ്മുടെ ബക്കർ വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. കാരണം ഒരു കലാകാരനാണ്, കലാഹൃദയമുള്ള വ്യക്തിയാണ്. എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഒരു പറഞ്ഞപ്പോൾ ഷൗക്കത്ത് അലി ഖാൻ പറഞ്ഞ പോലെ 80-81 SLC, ഞാൻ 80 SLC. AVI സ്കൂളിൽ ഈ പറയുന്ന ടീച്ചർമാരൊക്കെ എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങളൊക്കെ നല്ല പഠിപ്പിച്ചായിരുന്നു. പക്ഷെ ഓരോരുത്തരും ഓരോ മേഖലയിലേക്ക് മാറുമ്പോൾ അതുണ്ടാവുന്ന, ഞാൻ ഈ സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും കടത്തില്ല. നമ്മൾ വേറെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിക്ക് പിന്നീടൊക്കെ എഴുതി അങ്ങനെയുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുത്ത്. എന്നിരുന്നാലും എൻ്റെ മനസ്സിൽ എപ്പോഴും കലാഹൃദയം ഞാൻ കാത്തു സൂക്ഷിച്ചിരുന്നു. കവിതകളെല്ലാം എനിക്ക് അത്യാവശ്യം ഇഷ്ടം
ഇതെല്ലാം ഒരു സഹൃദയമുള്ളവർക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് വായിച്ച് നമ്മുടെ സമൂഹത്തിന് ഇത്തരത്തിലുള്ള ഒരു കാരണം സ്നേഹം, പരസ്പര സ്നേഹം, ഇഷ്ടം, താല്പര്യം, പ്രണയം ഇതൊക്കെ കൂട്ടി യോജിക്കുമ്പോഴാണ് നല്ല മനുഷ്യനാണ്. നമുക്ക് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ അയൽക്കാരെ, കൂട്ടുകാരെയൊക്കെ സ്നേഹിക്കാൻ കഴിയണം. ഏത് ജാതിയിലായാലും ഏത് മതത്തിൽപ്പെട്ടവരായാലും നമ്മളെല്ലാം മനുഷ്യരാണ് എന്ന ആ ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഇവിടെ മുനീബ് കൗൺസിലർ പറഞ്ഞ പോലെ നമ്മൾ പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഈ സാംസ്കാരിക കേന്ദ്രത്തിന്, അതായത് ഉറൂബ് എക്സിക്യൂട്ടീവ്മെൻ്റ് ഓർമ്മയ്ക്കായി നമ്മൾ നിർമ്മിച്ച ഈ ഉറൂബ് നഗറിനെ സാമ്പത്തികമായിട്ട് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത് ചെയ്തിരിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് എന്നൊരു കാര്യം കൂടി ഓർമ്മിച്ചുകൊണ്ടാണ്. കാരണം അതിന് ഞാൻ കൂടുതൽ പ്രയത്നിക്കും എന്ന കാര്യം നിങ്ങൾക്ക് ഉറപ്പുവരുത്താണ്. പിന്നെ ഇവിടെ ബക്കർ പറഞ്ഞ പോലെ ഇപ്പോൾ സമയം വേദി ശുഷ്കമായിരിക്കുകയാണ്. സദസ്സിലാളുകളുടെ വേദിയിലുള്ളവരൊക്കെ പോയി. അങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും കഴിച്ചു കഴിഞ്ഞാൽ കുറേ അല്ലേ ശുഷ്കാവും. അതേപോലെ ശുഷ്കമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മുടെ ലീലാകൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെയാണ് ഈ സംവിധാനത്തിന് വായനയിങ്ങനെ പ്രസംഗമൊന്നും കേൾക്കാൻ താല്പര്യമില്ല. അത് താല്പര്യമുള്ളവർക്ക്, നല്ല കലാഹൃദയമുള്ള ആളുകളാണ് ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് സമപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിലുപരി നമ്മുടെ അബ്ദുൽ സലാം കൂട്ടക്കടവ് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാണല്ലോ ഇവിടെ നടക്കുന്നത്. അതിനു മുന്നേ ഒരു തീരം തേടി ഒരു ദില്ലിക്കാലം ആ പുസ്തകം ഒരു അനുഭവക്കുറിപ്പാണ്. നമ്മളെപ്പോഴും അനുഭവക്കുറിപ്പ് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് വരുന്നതാണ് അല്ലേ. അപ്പോൾ ആ അനുഭവക്കുറിപ്പ് ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ അത് എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ഈ പുസ്തകം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ആദ്യത്തെ പാരഗ്രാഫിനെ വായിച്ച് നോക്കുമ്പോൾ എന്ത് നല്ല രീതിയിലാണ് അദ്ദേഹം പ്രണയത്തെയൊക്കെ എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് നമ്മളെല്ലാവരിലും എത്ര പ്രായം ലീലാകൃഷ്ണൻ പറഞ്ഞ പോലെ 60 വയസ്സ്, എനിക്ക് 60 വയസ്സായി. അപ്പോൾ 60 വയസ്സായാലാണ് പ്രണയം മുളയ്ക്കുന്നത്. അത് ഇപ്പോൾ അങ്ങനെയാണല്ലോ നമ്മുടെ കണക്ക്. 60 തൊട്ട് 75 വരെ നല്ല നമ്മുടെ യുവത്വത്തിലേക്ക് കടക്കുക എന്ന് പറയുന്നത്. ഈ പ്രണയം എന്ന് പറയുന്നത് നമ്മളെ ശാരീരിക ഇതല്ല ഉദ്ദേശിക്കുന്നത്. മനസ്സിൽ എത്ര ഏജായാലും നമുക്ക് പ്രണയം കാത്ത് സൂക്ഷിച്ചാൽ നമുക്ക് നമ്മൾ ചെറുപ്പമായി പോകും എന്നൊരു ഇതാണ്. കാരണം നമ്മളെ മൈൻഡ്, ഒരു എസ്തെറ്റിക് മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും പ്രണയത്തിലൂടെ ഇങ്ങനെ കടന്നു പോകും. ആ മാഷകൻ നോക്കുന്നുണ്ട്, ടീച്ചറും പ്രണയത്തെക്കുറിച്ച് പറയുന്നത്. എനിവേ ഇത്തരം പരിപാടി വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ പറ്റിയ നമ്മുടെ സംഘാടകർക്കും അതിനുപരി നമ്മുടെ പുസ്തകം എഴുതിയ അബ്ദുൽ സലാമിനോടും പ്രത്യേകം എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ എല്ലാവരോടും പ്രത്യേകം നന്ദിയും സ്നേഹവും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചടങ്ങിന് അതിൻ്റെ എല്ലാ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. പ്രിയമുള്ളവരെ, അടുത്തതായിട്ട് ഇതിന് ആശംസ അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ഇവിടെ എത്തിച്ചേർന്ന തൃശ്ശൂരിൽ നിന്നുള്ള ശ്രീകലാഞ്ജലിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഓരോ ആളുകളായിട്ട് സംസാരിക്കാൻ വരുമ്പോഴും വിചാരിക്കുന്നുണ്ടാവില്ലേ ഇത് എപ്പോഴാണ് ഒന്ന് തീർന്നു കിട്ടാതെ. ഞാനിങ്ങനെ ആശംസകൾ എത്തുമ്പോൾ ദൈവമീനെ എത്ര പേരുണ്ട് ആശംസയ്ക്ക്, അവരിനി എന്തൊക്കെയായിരിക്കും പറയാം, എത്ര മിനിറ്റിലേക്ക് അവസാനിപ്പിക്കാം എന്നുള്ളൊരു ആകാംക്ഷയായിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് റീഡ് ചെയ്തുകൊണ്ട് തന്നെ ആദ്യമേ പറയട്ടെ, സലാമുക്കയോടുള്ള ഒരു സ്നേഹം അതാണ്, അല്ലെങ്കിൽ സലാമുക്കയ്ക്ക് തിരിച്ചു, അതാണ് ഇവിടെ എന്നെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ എന്തോ കൃത്യമായിട്ട് അവിടെ നിന്ന് പറയാൻ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. ഇവിടെ എത്തിയ സമയത്ത് ഞാനത് മറന്നുപോയി എന്താണെന്ന്. എന്തായാലും ഇന്നത്തെ ദിവസം സംസാരിച്ചത് ആലങ്കോടിൽ സഖാവ് ആലങ്കോട് ലീലാകൃഷ്ണൻ അദ്ദേഹം സംസാരിച്ചത് മുഴുവനും സ്നേഹത്തെക്കുറിച്ചായിരുന്നു. ഇന്ന് ഞങ്ങളിവിടെ എത്തി നിൽക്കുന്നതും അങ്ങനെ ഒരു സ്നേഹം കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും. ഇത്രയും ദൂരം ഇങ്ങോട്ട് വരാനായിട്ട് സലാംക്ക ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല, സലാംക്ക ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വരണം എന്നുള്ളത് മുരളിയേട്ടൻ്റെ തീരുമാനമായിരുന്നു.
ആ തീരുമാനത്തിൽ ചേരണമെന്ന് ആഗ്രഹിച്ചത് എൻ്റെ ഇഷ്ടം കൊണ്ടാണ്. നിങ്ങൾ എന്നെ വിളിച്ചില്ലല്ലോ എന്ന് കൂടെയുള്ള ഷമീന ഹിഷാം പരാതി പറഞ്ഞതും അതേ സ്നേഹം കൊണ്ടാണ്. ഈ സ്നേഹത്തിനൊന്നും നമ്മളാരും തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല. ഈ സ്നേഹം നമുക്കൊക്കെ എവിടെ നോക്കിയോ കിട്ടിയതാണ്. ആ സ്നേഹം നമുക്കൊരു പക്ഷേ കിട്ടിയ സ്ഥലത്ത് തന്നെ തിരിച്ചു കൊടുക്കാൻ കഴിയണമെന്നില്ല. ആ സ്നേഹം നമ്മൾ വേറെ എവിടെയൊക്കെയോ കൊടുത്തുകൊണ്ട് അത് പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതും ഈ സ്നേഹത്തിൻ്റെ പ്രസാരണം തന്നെയാണ്. കാരണം മനുഷ്യനിലേക്ക് വല്ലാതെ നമ്മൾ ചുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാത്തിനും എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ ഇട്ടിട്ടുണ്ട്. എന്തിനാ ഞാനത് ചെയ്യുന്നത്? എൻ്റെ സമയം പോകുന്നു, മഴയാണ്. ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ അന്വേഷിക്കുന്നതിനേക്കാൾ ഞാൻ എന്തിനിത് ചെയ്യണം, ഞാനിത് ചെയ്യുന്ന സമയത്ത് ആർക്കെങ്കിലും ഒരു ചിരി അതുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും അവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, അതായിരിക്കും അത്രയും നാൾ ആ വ്യക്തിയോട് നമ്മൾ കാത്തു സൂക്ഷിച്ച പലതിൻ്റെയും ഒരു പ്രതിഫലനം. ആശംസകൾ പറയുന്നത് എന്തിനാണ് എന്നുള്ളതിൽ തുടങ്ങണമെന്നായിരുന്നു ഞാൻ ആദ്യം ആലോചിച്ചത്. എന്തിനാണ് ആശംസകൾ പറയുന്നത്? നമ്മളൊരു വേദിയിൽ വന്ന് ആശംസകൾ അർപ്പിക്കുമ്പോൾ ഓൾ ദി ബെസ്റ്റ്, നന്നാവട്ടെ, എല്ലാവരും വായിക്കപ്പെടട്ടെ എന്നെല്ലാം പറയുമ്പോൾ അതൊരു 3-4 പേര് ഒരുമിച്ച് പറയുന്ന സമയത്ത് അതൊരു ഉദ്ഘോഷിക്കൽ പോലെയാണ്. അത് ഉണ്ടാക്കുന്ന ആ കേൾക്കുന്ന വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ഒരു ഊർജ്ജമുണ്ട്. ആ ഊർജ്ജത്തിന് വേണ്ടി അയാൾ തിരിച്ചറിയാണ്, ഞാനിപ്പോൾ എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ മാത്രമല്ല, എനിക്കിപ്പോൾ ഒരു പൊതുജീവിതം കൂടിയുണ്ട് എന്ന് അയാൾ തിരിച്ചറിയാണ് ചെയ്യുന്നത്. പിന്നെ അതൊരു പ്രാർത്ഥന ചൊല്ലുന്നത് പോലെയാണ്, അല്ലെങ്കിൽ മന്ത്രങ്ങൾ ഉരുക്കഴിക്കുന്നത് പോലെയാണ്. നന്നായി വരട്ടെ, നിങ്ങളുടെ പുസ്തകം ഏറെ വായിക്കപ്പെടട്ടെ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ആശംസകൾ പറയുക, അത് ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി പറയുക എന്നുള്ളത് ഒരു ചടങ്ങിൽ വരുന്ന സമയത്ത് നമുക്ക് ആ വ്യക്തിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഛേദമില്ലാത്ത ഒരു ഉപകാരം കൂടിയാണ്. ഇന്ന് ഇവിടെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് വന്നിരിക്കാൻ സാധിച്ചതിൽ സലാംക്കയോട് നന്ദി പറയുന്നു. എല്ലാവരെയും കാണാൻ സാധിച്ചതിലും ദോഹയിൽ നിന്ന് വന്നതിന് ശേഷം ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ്. അവിടെ ഒരു സ്ഥിരം ആയിരുന്നെങ്കിൽ പോലും അതിൻ്റെ ഒരു പരിഭ്രമമുണ്ട്. എന്തായാലും 2 വാക്കെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. സലാംക്ക ഒന്നിനുമല്ലാതെ എങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഉണ്ടായെന്ന് വെച്ചാൽ ഇപ്പോഴും അറിയില്ല. അങ്ങനെ എങ്ങനെയോ അദൃശ്യമായ എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങലുകളിലൂടെ എനിക്കൊരു ജ്യേഷ്ഠ തുല്യനാവുകയും അദ്ദേഹം എനിക്കൊരു സഹോദരനെ തുല്യം തിരിച്ചും ഞാനൊരു സഹോദരി തുല്യമാവുകയും ചെയ്ത ഒരു ബന്ധമാണ്. ആ ബന്ധത്തിൽ ഇങ്ങനെ ഒരു കർമ്മം കൂടി ബാക്കിയാവുന്നു എന്നുള്ളതിൽ ഈശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട്, ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, സലാംക്കയ്ക്ക് ഇനിയും ജീവിതത്തിൽ നല്ലത് മാത്രം ഉണ്ടാവട്ടെ, ആ മനുഷ്യൻ എന്നും ഇതേ സൗമ്യതയോടെ നന്നായിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രിയമുള്ളവരെ, അക്ഷരങ്ങളെ കൊണ്ട് ഇത് ചെയ്യുന്നതിനപ്പുറത്ത് വാക്കുകൊണ്ട് നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരാളാണ് ഇപ്പോൾ നമ്മൾ മുമ്പിൽ എണീറ്റ് പോയതെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. എനിക്ക് തോന്നണേ ഞാൻ തന്നെ നിങ്ങളെ തേടി വീണ്ടും വരും, പൊന്നാനിയിലേക്ക് വിളിക്കും. അതിനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. എന്തായാലും വാക്കുകൾക്ക് നന്ദി. അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് ശ്രീമതി പത്മജയാണ്, റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ്, ഈശ്വരമംഗലം UP സ്കൂൾ. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരുന്ന മാന്യ വ്യക്തികളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ വളരെ സുന്ദരമായ മാനസിക ഉല്ലാസം നൽകുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ ഉദ്ഘാടനം നടത്തിയത്. ഞങ്ങളുടെ സഹപാഠിയും എഴുത്തുകാരനുമായ ശ്രീ സലാം ആട്ടുമലിൻ്റെ കൂട്ടക്കടവ് എന്ന പുസ്തകത്തിൻ്റെ ഉദ്ഘാടന കർമ്മമാണ്, പ്രകാശന കർമ്മമാണ് ഇവിടെ നടന്നത്. അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും എല്ലാവരോടും ഒത്ത് കഴിയാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. ശ്രീ സലാമിൻ്റെ 2ാമത്തെ പുസ്തകമാണ് കൂട്ടക്കടവ് എന്നത്. ആദ്യത്തെ പുസ്തകം തീരം തേടിയുള്ള ഡൽഹി യാത്ര എന്നുള്ളതായിരുന്നു. അതിൽ തീരം തേടിയുള്ള ഡൽഹി യാത്ര ഒരു തൻ്റെ ജീവിത പ്രാരാബ്ധം നൗകയെ അറബിക്കടലിനക്കരെ എത്തിക്കുന്നതിന് വേണ്ടി ആ നൗക എങ്ങനെ തുഴഞ്ഞു കൊണ്ടു അവിടെ എത്തിച്ചു എന്നതിൻ്റെ താൻ അനുഭവിച്ച ഓരോ പ്രയാസങ്ങളും
അതേപോലെ തന്നെ അതിലിടയ്ക്ക് മാനസിക സന്തോഷം നൽകിയ നിമിഷങ്ങളും എല്ലാം വളരെ അടുക്കോടും ചിട്ടയോടും കൂടി ക്രമപ്പെടുത്തി വായനക്കാരുടെ മുമ്പിലേക്ക് എത്തിച്ച ഒരു പുസ്തകമായിരുന്നു തീരം തേടിയുള്ള ഡൽഹി യാത്ര. അതിനുശേഷമാണ് ഈ കൂട്ടക്കടവ് എന്നുള്ള ഈ പുസ്തകം എഴുതിയത്. കൂട്ടക്കടവിലെ ഒരു തീപ്പെട്ടി കമ്പനിയിലെ കത്താതെ പോയ ഒരു പ്രണയത്തിൻ്റെ ആവിഷ്കാരമാണ് ഈ നോവല്. ആ നോവലിൻ്റെ കഥ നമ്മുടെ എഴുത്തുകാരനും നോവലിസ്റ്റുമായ ലീലാകൃഷ്ണൻ സാറും അതുപോലെ ഈ പുസ്തകം ഇവിടെ പരിചയപ്പെടുത്തിയ ഷൗക്കത്ത് അലിയും വളരെ വിസ്തരിച്ച് തന്നെ പറയുകയുണ്ടായി. പ്രണയത്തിൻ്റെ സാക്ഷാത്കരിക്കപ്പെടാതെ പോയ ഒരു പ്രണയം, ആ ഏതാനും വർഷങ്ങൾക്കപ്പുറം ആ പ്രണയം എങ്ങും എത്താതെ എവിടെയോ വെച്ച് അവർ വീണ്ടും കണ്ടുമുട്ടുകയും അങ്ങനെയുള്ള ആ സംഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളെ വായനക്കാരനെ വായനയുടെ തീരങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അവിടെ പിടിച്ചു നിർത്താൻ പാകത്തിലുള്ള പല സങ്കീർണ നിമിഷങ്ങളും അതേപോലെ തന്നെ സുന്ദര മുഹൂർത്തങ്ങളും ആ കഥയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെയുള്ള ഇനിയും എഴുത്തുകൾ തയ്യാറാക്കാൻ നമ്മുടെ സലാമിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ഇവിടെ അടുത്തതായി ഷാജി ഹനീഫിനെ ക്ഷണിക്കുന്നു. ഒരു മഹഫിലോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റികളൊക്കെ ഉള്ളത് ഒരു ചടങ്ങിലാണെങ്കിൽ ഒരുപാട് പേര് ഇതുപോലെ ക്ഷമിച്ചിരിക്കും. പക്ഷേ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട പുസ്തക പ്രകാശനത്തിന് ഇത്രയും ആളുകൾ ഇത്രയും നേരം ഇരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു അതിശയമാണ്. അത് നേരത്തെ താജ് പറഞ്ഞ പോലെ അത് പൊന്നാനിക്ക് മാത്രമുള്ളൊരു സവിശേഷതയാണ്. കാരണം ഈ പ്രകാശനം നിർവഹിച്ച ആലങ്കോട് ലീലാകൃഷ്ണേട്ടൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ഒരു കാര്യമുണ്ട്. പൊന്നാനിയിൽ ഏത് സ്ഥലത്തും ഒരു പെരുവിരൽ കൊണ്ടൊന്ന് കുത്തി നോക്കിയില്ല അതിൽ നിന്ന് കവിത നിർഗളിക്കുന്നുണ്ട്. അത് സ്ഥിരമായിട്ട് പല പ്രഭാഷകരും കോട്ട് ചെയ്യുന്ന ഒരു വാക്കാണ്. കാരണം തീർച്ചയായിട്ടും കാരണം ഈ എന്താ പറയുക, പൊന്നാനിയുടെ മെയിൻ ഇക്കരെ സൈനുദ്ദീൻ മഖ്ദൂം കേരളത്തിൻ്റെ ആദ്യത്തെ ചരിത്ര പുസ്തകം എഴുതിയ തുഫത്തുൽ മുജാഹിദ് എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂം, അക്കരെ മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛൻ, അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന മണ്ണ് റൂബിൻ്റെ സ്മാരകമായിട്ടുള്ള മണ്ണ് സലാം ഖാൻ്റെ അയൽക്കാരനാണ് റൂബ്. ഒരു വലിയ നടക്കാവുന്ന ദൂരമുള്ളൂ. സലാം ഖാനെ ഞാൻ ആദ്യം കാണുന്നത് തൃക്കാവിൽ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, വിളക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട്. ഇവർക്ക് കൂടാൻ ശരിക്കും നവരാത്രി ദിവസത്തിൽ പിന്നെ ഈ നവരാത്രിയുടെ ആ സമയങ്ങളിൽ ഇരുട്ടാണ്, അവിടെ ഇതുപോലെ വഴിവിളക്കൊന്നുമില്ല. അപ്പോൾ ഇവർ കുറച്ച് മരിച്ചൊരു സാബ്രിക്ക് അങ്ങനെ ഇവർ കുറച്ച് പേര് 5-8 ചെറുപ്പക്കാർ ഈ ബസ്സിൽ നിന്ന് ഒഴിവാക്കുന്ന കരി ഓയിൽ വാങ്ങിയിട്ട് ഈ തകരട്ടിനിൽ നിറച്ചിട്ട് തിരിയൊക്കെ കത്തിച്ച് ഇങ്ങനെ വെച്ച് അങ്ങനെ അവർക്ക് നാട്ടിലിട്ടൊരു പേരാണ് വിളക്ക് കമ്മിറ്റി. പിന്നെ ഇവർ എന്നിട്ട് പല ഭാഗങ്ങളിൽ പഠിക്കാനും ജോലിക്കൊക്കെ ആയി പോയപ്പോൾ പിന്നെ ജൂനിയേഴ്സായി ഞങ്ങളത് ഏറ്റെടുത്തു. അന്നേ അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും നിരീക്ഷിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക നേരത്തെ പറഞ്ഞല്ലോ കണ്ണ് ചിമ്മുന്നതിനെ പറ്റി പറഞ്ഞല്ലോ. ഇതിനു മുമ്പേ തീരം തേടി ദില്ലി കാലം സ്വീകരിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായിരിക്കുകയാണ് AP അഹമ്മദ് സാർ പ്രൊഫസർ നിർവഹിച്ചത്. ഈ കൂട്ടക്കടവ് എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടില്ല. കാരണം ഒരു പുസ്തകം വായിക്കാതെ അതിന് ആശംസ പറയുക എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ഞങ്ങൾ കാണണം. കാരണം ഷാർജ ബുക്ക് ഫെയറിൽ അന്നേരം പറഞ്ഞത് ഒരു ദിവസം ഒരു ചുരുങ്ങിയതൊരു 100 പുസ്തകത്തിൻ്റെ പ്രകാശനം ഒറ്റയ്ക്ക് ഈ ഗുരുവായൂരിൻ്റെ കല്യാണം പോലെ നടക്കുന്ന സ്ഥലമാണ്. ഷൗക്കത്തൊക്കെ വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ അവിടുത്തെ ഈ പുസ്തക പ്രകാശനത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വായിക്കില്ല. ഈ പുസ്തക പരിചയം നടത്തുന്ന ആൾ പോലെ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവില്ല. അന്നേരം അതിൻ്റെ ബ്ലോഗ് വായിച്ചിട്ടൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് പുസ്തകത്തെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. കാരണം അത് വായിച്ചതിന് ശേഷം ചിലപ്പോൾ ഞാൻ കുറിപ്പായിട്ട് അത് എഴുതും. എന്നാലും സലാംക്ക നോവലിലേക്ക് എത്തി എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്.
കാരണം പൊന്നാനി പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഇതിന് മുൻപത്തെ പുസ്തകം ജീവിത അനുഭവങ്ങളാണ്. ഈ പുസ്തകം ജസ്റ്റ് മറിച്ച് നോക്കിയപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ പ്രദേശത്തെ കുറിച്ചാണ് പ്രാദേശിക കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതിയതായി കണ്ടു. മുഴുവൻ വായിച്ചതിന് ശേഷം ഞാൻ ഒരു ആസ്വാദനം എഴുതാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്നെ ഇങ്ങനൊരു ആശംസ പറയാൻ ക്ഷണിച്ച സലാംക്കാർക്കും ഈ പുസ്തകത്തിനും എല്ലാവരും പുസ്തകം വാങ്ങുക, വായിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ഇനിയും നല്ലൊരു ഗംഭീരമായ പുസ്തകം, ഒരു പുതിയ രചന സലാംക്കാരിൽ നിന്നും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കാലിന് കുറച്ച് പ്രശ്നമുണ്ട്, കുറച്ച് ദിവസങ്ങളായി. പക്ഷെ ഞാനേ എപ്പോഴും റെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കും, പക്ഷെ നടക്കണില്ല. ഇതിനു മുമ്പ് ഡൽഹിയിൽ ജന്തർ മന്ദറിൽ പ്രശ്നം വന്നിട്ടിരിക്കുന്ന സമയത്ത് തന്നെ കാല് മൊത്തം നീര് വന്ന് അനക്കാൻ പറ്റാതെ കിടക്കുകയാണ്. പക്ഷെ നമ്മൾ ഓരോ നിമിഷവും കാണുന്ന വീഡിയോകൾ എനിക്ക് ഡൽഹി പോകാനാണ് തോന്നിയത്. പോലീസിൻ്റെ അടി കൊണ്ടാലും കുഴപ്പമില്ലാതെ തോന്നിപ്പോയി. പക്ഷേ എങ്കിൽ പോലും അവിടെ നിന്ന് നീട്ടിയിട്ട് അവിടെ പോയി ആ പരിപാടി നടത്തി. അത് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ക്യാൻസർ ബാധിതയായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്തിരുന്നതാണ്, മരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു പുസ്തകം യൂണിവേഴ്സിറ്റി ഇറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി അപ്പോൾ നിരന്തരം ഇങ്ങനെ ഓടുന്നത് കൊണ്ട് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഈ എനർജി തന്നെയാണ് എന്നെ ഈ ലൂപ്പിൽ ഇങ്ങനെ ഓടിക്കണത് ഉള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ഇത് സന്തോഷം തരുന്ന കാര്യമാണ് മനുഷ്യന്. നമുക്ക് അല്ലേ, ഇന്നലെ ഞാനൊരു ഇതിങ്ങനെ കാണണം. അപ്പോൾ അതിലിങ്ങനെ DYFIയുടെ ഒരു പരിപാടിയാണ്. അതിൽ ഒരു സഖാവ് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താണ്? അത് നമ്മളെ ഹാപ്പിയാക്കി ഇരുത്തുക എന്നുള്ളതാണ്. ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് അത് ഞാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളും ശ്രമിക്കണം എന്ന് പറയുന്നു. അങ്ങനെ ഹാപ്പിനെസ്സിൻ്റെ ഭാഗമാണ് സലാംക്ക ഇവിടെ വന്നിട്ട് ഒരു 2 ആഴ്ച മുമ്പ് അതിൽ ഏറെ പ്രിയപ്പെട്ട ഷൗക്കത്ത് അലി ഖാൻ്റെ സുഹൃത്തു എന്നുള്ള ഹബീബ് മാഷോട് പറഞ്ഞിട്ട് ഇങ്ങനൊരു പരിപാടി ആലോചിക്കുന്നത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആലോചനയെന്നുണ്ടാകുന്ന ഒരു പ്രവൃത്തിയാണ്. സ്വാഭാവികമായിട്ടും എഴുത്തുകാരന് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടാവും. അദ്ദേഹത്തെ ആദരപൂർവ്വം 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, മറ്റു കുടുംബാംഗങ്ങളെ, സാഹിത്യത്തെയും കലയെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലവരായ നാട്ടുകാരെ, ഞാൻ എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു, അങ്ങനെ ഒരു ഗാനം ഓർമ്മ വരുന്നുണ്ട്. കാരണം ഒരിക്കലും ഇത്രയും വലിയൊരു സ്വപ്നതുല്യമായ ഒരു പ്രകാശന ചടങ്ങ് നടക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ചുരുങ്ങിയ ഒരവധിക്ക് മാത്രം നാട്ടിലെത്തിയ ഞാൻ ഒരു ഫിസിക്കൽ പുസ്തക പ്രകാശനം നടക്കില്ല നാട്ടിൽ വെച്ച്, അതൊരിക്കലും ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാധ്യമല്ല എന്ന് കണക്കുകൂട്ടി തന്നെയാണ് ഇവിടെ എത്തിയത്. എന്നാൽ അപ്രതീക്ഷിതമായ എൻ്റെ സുഹൃത്ത്, നമ്മുടെ ഇപ്പോൾ സംസാരിച്ച ഷൗക്കത്ത് അലി ഖാൻ എനിക്ക് പ്രേരണ നൽകി എന്നോട് പറഞ്ഞു, സാരമില്ല, ഞങ്ങൾ കൂടെ ഉണ്ടാവും, അതിന് നിങ്ങളെ സഹായിക്കാൻ ഇവിടെ ഉറൂബ് വായനശാലയുണ്ട്. ഞാൻ ഇത്രയധികം ഒരു പ്രതീക്ഷ കൊടുത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇത് എങ്ങനെ സാധ്യമാവും, ഇവരൊക്കെ എങ്ങനെ സഹായിക്കും. എന്നാൽ അടുത്ത ഒരു 3-4 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അവരുമായിട്ട് ഞാനൊരു മീറ്റിംഗ് നടത്തി. 3 പേരുണ്ടായിരുന്നു. ആ 3 പേരും പലപ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നു. ഈ പുസ്തക പ്രകാശനം എങ്ങനെ ഭംഗിയാക്കാം, എങ്ങനെ മനോഹരമാക്കാം എന്ന ചിന്തകളും ചർച്ചകളും കൊണ്ട് ഞങ്ങളിങ്ങനെ കുറേ ദിവസങ്ങൾ പോയി. എന്നാൽ നിർഭാഗ്യകരെന്ന് പറയട്ടെ, അതിലെ ഒരു ഹബീബ് മാഷ്, അദ്ദേഹത്തിൻ്റെ കൊച്ചിന് സുഖമില്ലാത്ത കാരണത്താൽ അദ്ദേഹവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാകാതെ വരികയും എല്ലാ ചർച്ചകളും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒരു ബിന്ദുവിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടായി പിന്നെ ഉറൂബ് സാഹിത്യ ഗ്രന്ഥാലയം എന്നത് പ്രവർത്തിച്ചു പോയത്. ആ ഒരു വ്യക്തിയുടെ പേരാണ് നമ്മുടെ താജ് ബക്കർ എന്ന സ്വാഗതാശംസിച്ച ഈ പ്രകാശന ചടങ്ങിൻ്റെ എല്ലാമായ അദ്ദേഹം എന്ന് വാക്കുകളിൽ ഒതുങ്ങാത്ത, അദ്ദേഹത്തിൻ്റെ ഈ സേവനങ്ങൾ വാക്കുകളിൽ ഒതുങ്ങാത്ത ഒരു പ്രവൃത്തിയാണ്. എൻ്റെ ഹൃദയം നിറഞ്ഞ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് തന്നെയാണ് എൻ്റെ ഈ മറുപടി പ്രഭാഷണം തുടങ്ങുകയാണ്.
ഇനി ഇവിടെ എത്തിപ്പെട്ട എൻ്റെ സഹോദരി തുല്യായ ശ്രീകലാഞ്ജനിൽ എന്നെ ശരിക്കും അതിശയിപ്പിച്ച് കളഞ്ഞു. ഞങ്ങൾ വരുന്നുണ്ട് മുരളിയേട്ടൻ്റെ കൂടെ എന്ന് പറഞ്ഞപ്പോൾ അത് തമാശയായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ അത് സംഭവിച്ചു. വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഞാൻ പറയാം, കൂടുതലൊന്നും പറയുന്നില്ല. പറയാൻ കുറേ ബാക്കി വെക്കാം, അത് നല്ലതാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ തമ്മിൽ അങ്ങനെയാണ് ഒരു സ്നേഹം എന്നുള്ളത്. അത് എങ്ങനെ തുടങ്ങിയെന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്കും ഞാനത് ആ വാക്കുകൾ കേട്ടപ്പോൾ അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകുന്നു. അത് അവർ എന്നോട് കാണിക്കുന്ന ഒരു സ്നേഹം. ഞാൻ ഖത്തർ ഇന്ത്യൻ ഓതേഴ്സ് ഫോറം എന്ന് പറയുന്ന ഒരു ഖത്തറിലെ എഴുത്തുകാർ മാത്രമുള്ള ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ പ്രഗത്ഭരും പ്രശസ്തരുമായ ഒരു കൂട്ടത്തിൽ ഞാനും ദില്ലിക്കാലം എന്ന പുസ്തകം എഴുതിയപ്പോൾ അറിയാതെ അതിലും ഞാൻ അംഗമായി. സ്വാഭാവികം. എന്നാൽ ഞാൻ ഒരു മൂലയിൽ പോയിരിക്കാൻ ആഗ്രഹിക്കുകയും എന്നെ പ്രത്യേകം നിരീക്ഷിച്ചുകൊണ്ട് സലാംക്ക എന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സഹോദരിൻ്റെ അടുത്ത് വന്നു. അന്ന് മുതൽ ഞാൻ മനസ്സിൽ കരുതി ഇതിൻ്റെ സഹോദരിയാണ്. കാരണം അവർക്ക് ഒരാവശ്യമില്ല എന്നോട് സൗഹൃദം ഉണ്ടാക്കണ്ടേ. പക്ഷേ അങ്ങനെ അത് എനിക്കൊരു പ്രത്യേക ഒരു ഇത് കിട്ടി. ഒരു വല്ലാത്ത, അതിന് പറയാൻ വാക്കുകളില്ല. അങ്ങനെ അന്ന് മുതൽ തുടങ്ങിയ ഒരു ഇഷ്ടമാണ് അവരോട്. പിന്നീട് എൻ്റെ ഈ കൂട്ടക്കടവ് എന്ന കഥ എഴുതുന്ന സമയത്ത് നോവലിൻ്റെ ആദ്യ പാഠങ്ങൾ എനിക്കറിയില്ല. ഞാൻ പിച്ച വെച്ച് നടക്കുന്ന സമയത്ത് എന്നെ ഒരുപാട് സഹായിച്ചു. പലപ്പോഴും പല പുസ്തകങ്ങൾ തന്നുകൊണ്ട് വായിക്കാൻ നൽകിയിരുന്നു. അതിലെല്ലാം ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ടൊക്കെ ആവാം ഇങ്ങനെ ഒരു നോവൽ എന്നിൽ നിന്ന് പിറന്നത്. അതുകൊണ്ട് നന്ദി പറയുമ്പോൾ അദ്ദേഹത്തെയും ചേർക്കുന്നു. അതുപോലെ ശ്രീകലയെ ഇവിടെ എത്തിക്കാൻ നമ്മുടെ മുരളിയേട്ടനും കുടുംബവും, അദ്ദേഹവും ഖത്തർ ഇന്ത്യൻ ഓതേഴ്സ് ഫോറത്തിലെ സെക്രട്ടറിയാണ്. വളരെ നമുക്ക് ഏറെ പ്രിയപ്പെട്ട സുഹൃത്ത്. ഇവിടെ സാനി ഈ ഒരു പ്രകാശന ചടങ്ങിൽ എത്തിയതിൽ വളരെ സന്തോഷവും നന്ദിയുണ്ട്. അതുപോലെ പിന്നെ എനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികളോടാണ്. കാരണം ഈ കൂട്ടക്കടവ് എന്ന നോവൽ എഴുതാൻ കാരണക്കാർ ശരിക്കും അവരാണ്. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില ആശയങ്ങൾ, ചില ചിന്തകൾ അവിടെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കുറിക്കുകയും അത് എനിക്ക് കൈയടിച്ചുകൊണ്ട് അത് ലൈക്ക് ചെയ്തുകൊണ്ടും കമൻറ്റ് ചെയ്തുകൊണ്ടും എന്നെ ഇവരെ എഴുത്തുകാരനാകുകയായിരുന്നു. സത്യത്തിൽ 55-ാം വയസ്സ് 56 വയസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ ഒരു പുസ്തകം എഴുതുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതും അതിൻ്റെ പ്രേരണ എനിക്ക് തന്നെ നൽകിയത് ഈ എഴുത്തുകാരനായ നമ്മുടെ ഷൗക്കത്ത് അലി ഖാനാണ്. ഷൗക്കത്ത് അലി ഖാനാണ്. കാരണം എൻ്റെ ചില കഥകൾ, ഈ കൂട്ടക്കടവ് എന്ന കഥകൾ, അത് കഥയായി വരുന്നതിന് മുമ്പേ അതിൻ്റെ ഓരോ അധ്യായങ്ങൾ ഇങ്ങനെ എഴുതുമ്പോൾ ഷൗക്കത്ത് അലി, അതുപോലെ അതേപോലെ തന്നെ കലയെയും എഴുത്തിനെയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെല്ലാം എനിക്കിങ്ങനെ വായിച്ചുകൊണ്ട് പ്രോത്സാഹനം നൽകും. സലാം, കുഴപ്പമില്ല, നന്നായി എഴുതൂ, നല്ല എൻഡിങ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇതെങ്ങനെ, എനിക്ക് അറിയില്ല ഞാൻ തന്നെയാണോ ഇതൊക്കെ എഴുതുന്നത് എന്ന് അറിയാതെ അവരുടെ ആ പ്രോത്സാഹനം കൊണ്ടാണ് എന്നിൽ എവിടെയോ എന്താ പറയുക, ഞാൻ അറിയില്ല, അങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന ആ ഒരു വസ്തുവിനെ ഇവരെല്ലാം കണ്ടെത്തി പുറത്തെടുത്തിട്ടു. ഒടുവിൽ കാലം എന്നെ ഒരു എഴുത്തുകാരനാക്കി. അതിൽ ഞാൻ കടപ്പെടുന്നത് എൻ്റെ സുഹൃത്തുക്കളായ ഈ സഹപാഠി കൂട്ടങ്ങളോടാണ്. അവരാണ് ഓരോ കമൻറ്റുകൾ നൽകിയും ഓരോ ലൈക്കുകൾ തന്നതിൽ ഇവൻ്റെ എഴുത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഡൽഹിക്കാലം എന്ന പുസ്തകം എഴുതുകയും പിന്നീട് ഈ കൂട്ടക്കടവ് എന്ന പുസ്തകത്തിലേക്ക് എത്തുകയുണ്ടായത്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കാരണം ഇത്രയും ഒരു സാഹിത്യ പരിപാടി ആയിട്ടും എൻ്റെ കുടുംബങ്ങൾ വളരെ ക്ഷമയോടെ അവർ എൻ്റെ ഒരു പ്രോഗ്രാമല്ലേ, സാധാരണ ഇത്തരം പരിപാടികൾ പങ്കെടുക്കാത്തവരും എൻ്റെ സന്തോഷത്തിന് വേണ്ടി സ്നേഹമുള്ളത് കൊണ്ടും ആ ബഹുമാനമുള്ളത് കൊണ്ടും അവർ വിനീതമായിരിക്കുന്നു. സന്തോഷം. അവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഉറൂബ് ഗ്രന്ഥാലയത്തിൽ പ്രവർത്തിക്കുന്നവരും, ഈ ഇവരുടെ പേര് നമ്മുടെ സുജില മേഡവും ഒക്കെ തന്നെ വളരെയേറെ ആത്മാർത്ഥമായി സഹകരിച്ചിട്ടുണ്ട്. എല്ലാവരെയും കൂടെയും ഒരിക്കൽ കൂടി വാക്കുകളിൽ ഒതുങ്ങാത്ത എൻ്റെ ഹൃദയം നിറഞ്ഞ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, എപ്പോഴും നന്ദീനെ എന്താണാവോ ആൾക്കാർക്ക് അത്ര ഇഷ്ടമല്ല എന്ന് തോന്നുന്നു. കാരണം നന്ദി കേൾക്കാനൊന്നും ആരും എടുക്കാറില്ല. അപ്പോൾ ഈ ലൈബ്രറി, ഇന്നലെ ഞാൻ എന്നോട് ഒരാൾ വിളിച്ച് ചോദിക്കുകയാണ്, താജു നാളെ പരിപാടി നടക്കുമോ, റെഡ് അലേർട്ടൊക്കെ ആണെന്ന്.
ഞാൻ പറഞ്ഞു നിങ്ങളവിടെ വന്നാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അപ്പം ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ വലിയൊരു പിന്തുണ നമുക്ക് ആവശ്യമാണ്. ഈ ലൈബ്രറിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ ഇന്ന് എനിക്ക് തോന്നുന്നു എല്ലാ ദിവസത്തേക്കാളും നേരത്തെ ഇവിടെ എത്തിച്ചേർന്നു. ഞാൻ വന്നപ്പോഴേക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ഔപചാരികമായി നഗരസഭയ്ക്കും ലൈബ്രറിക്കും വേണ്ടി നന്ദി നിങ്ങളോട് അർപ്പിക്കുന്നതിന് വേണ്ടി സുജിനയെ ക്ഷണിക്കുന്നു. എൻ്റെ മറുമൊഴിയിൽ ഒരു കാര്യം വിട്ടുപോയി. ഇവിടെ ഇന്നും ഒരു സർപ്രൈസായിട്ട് ഒരാൾ കൂടി എത്തിയിട്ടുണ്ട്. എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്ത ശ്രീ ജെനിൻ. അദ്ദേഹം വരുമെന്ന് ഒരു സൂചനയും നൽകിയില്ല, ലൊക്കേഷൻ വിടണമെന്ന് മാത്രം അവസാന സമയത്ത് പറഞ്ഞു. ഏതായാലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും വളരെയേറെ എനിക്ക് ആത്മവിശ്വാസവും കരുത്തും നൽകുന്നുണ്ട്. കൂടാതെ പുസ്തകത്തിൻ്റെ ആ ഒരു രൂപീകരണ വേളയിൽ അങ്ങേയറ്റം ഒരു സഹകരണം അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന്, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും എല്ലാവിധ ആശംസകളും നൽകുന്നു. താങ്ക് യു. സ്വാഭാവികമായിട്ടും അദ്ദേഹം അത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് പൊന്നാനിക്കാരോടൊന്നും മിണ്ടാതെ പോകുന്നത് ശരിയല്ല. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അദ്ദേഹത്തെ കൂടി 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ അബ്ദുൽ സലാം മാട്ടുമൽ, വേദിയിലും സദസ്സിലുമുള്ള സെക്രട്ടറി, എന്തുകൊണ്ടാണ് ബുക്ജിൻ പബ്ലിക്കേഷൻ കൂട്ടക്കടവ് പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിച്ചാൽ, വായനയിലേക്ക് സജീവമായി നിൽക്കുന്നവരും വായനയിലേക്ക് തുടങ്ങുന്നവർക്കും വളരെ ലളിതമായി ഒരു മനുഷ്യ ജീവിതത്തെയോ പല മനുഷ്യ ജീവിതങ്ങളെയോ ഒരു കാലഘട്ടത്തെയോ പല കാലഘട്ടങ്ങളെയോ ആഴത്തിൽ തൊട്ടറിയുന്നതിന് വേണ്ടി സാധിക്കുന്ന ഹൃദ്യമായിട്ടുള്ള ഒരു നോവൽ എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ നോവൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലും അതിൻ്റെ പ്രകാശന ഘട്ടത്തിലുമൊക്കെ വളരെ ഹൃദ്യമായ അനുഭവങ്ങളാണ് ഒരു പബ്ലിഷർ നിലയിൽ നമുക്കുണ്ടായിട്ടുള്ളത്. ഒരു 2 വർഷത്തിനുള്ളിൽ ഉള്ള സൗഹൃദമാണ് പ്രിയപ്പെട്ട എഴുത്തുകാരനുമായിട്ട് വ്യക്തിപരമായിട്ടുള്ളത്. ഏതായാലും ഇതൊരു കേവല പ്രണയ സന്ദർഭങ്ങളിൽ മാത്രം ചുരുങ്ങി നിൽക്കുന്ന നോവലല്ല. ഈ നോവൽ തീർച്ചയായിട്ടും ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് സമ്മാനമായി നൽകാൻ കഴിയുന്ന പുസ്തകമാണ്. ഒരു ഭർത്താവിന് ഭാര്യയ്ക്ക് സമ്മാനമായി നൽകാൻ കഴിയുന്ന പുസ്തകമാണ്. ഇതൊരു കാമുകന് കാമുകിക്കും കാമുകന് തിരിച്ചു നൽകാൻ കഴിയുന്ന, സഹോദരങ്ങൾക്കും സമ്മാനമായി നൽകാൻ കഴിയുന്ന ഒരു പുസ്തകമാണ്. കാരണം ഇതിനുള്ളിൽ മനുഷ്യർ ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുമ്പോഴുണ്ടാകുന്ന ഏറ്റവും മനോഹരമായ ഹൃദ്യമായ അനുഭവങ്ങളെ വളരെ ലളിതമായി ഏറ്റവും മനോഹരമായ ഭാഷയിൽ കോറിയിട്ടിരിക്കുന്ന പുസ്തകം എന്നതുകൊണ്ടാണ്. ഏതായാലും ഇങ്ങനെയൊരു നോവൽ കൂടി ഞങ്ങളുടെ പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ബുക്ജിൻ പബ്ലിക്കേഷനിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ വേണ്ടി സമീപിച്ചതിൽ പ്രിയപ്പെട്ട എഴുത്തുകാരനോടുള്ള കടപ്പാടും സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. പ്രിയപ്പെട്ട സദസ്സിൽ ഇനിയും അവശേഷിക്കുന്നവരെ, ഇവിടെ ഇനിയും കുറച്ച് പുസ്തകങ്ങൾ കൂടി അവശേഷിക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു. ഏതായാലും ഒരു പുസ്തകം പോലും ആ മേശയുടെ പുറത്ത് ബാക്കിയാവാൻ നിങ്ങൾ അനുവദിക്കരുത്. നമ്മളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ വിലപിടിപ്പുള്ളത് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. അത് മനുഷ്യബന്ധങ്ങളെക്കുറിച്ച്, മനുഷ്യ സ്നേഹത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ ഹൃദ്യമായ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും സമൃദ്ധമായിട്ടുള്ള ഒരു ശേഷിപ്പാകുമ്പോൾ ആ സമ്മാനം മൂല്യം 10 മടങ്ങ് വർദ്ധിക്കും. അങ്ങനെ ഗംഭീരമായ മൂല്യങ്ങളുടെ ഒരു സമാഹാരമാണ് ഈ നോവൽ. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ പ്രത്യേക ഡിസ്കൗണ്ടിൽ ഇന്ന് ഈ പുസ്തകം ലഭ്യമാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇല്ലെങ്കിലും മുഴുവൻ തുക കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾ ഈ പുസ്തകം നിങ്ങളുടെ ജീവിതത്തിലെ അമൂല്യമായ സ്വത്തുക്കളുടെ ഇടയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഒന്നായി വെക്കാൻ കഴിയുമെന്നൊരു പബ്ലിഷർ എന്ന നിലയിൽ ഉറപ്പുണ്ട്. ഈ പുസ്തകം എന്തായാലും നിങ്ങൾ സ്വന്തമാക്കുക. നിങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾക്കെങ്കിലും ഈ പുസ്തകം സമ്മാനമാക്കാൻ വേണ്ടി കഴിയട്ടെ. അതിനുള്ള മൂല്യം ഈ പുസ്തകത്തിനുണ്ട്, അതിനുള്ള ഭാഷ ഈ പുസ്തകത്തിലുണ്ട്. അതിനെ സംബോധന ചെയ്യുന്ന മനുഷ്യബന്ധങ്ങളെ, അതിൻ്റെ ആഴങ്ങളെ, ആ സ്നേഹത്തിൻ്റെ പടർപ്പിനെ ഒക്കെ ഈ പുസ്തകത്തിൽ ഹൃദ്യമായി അവതരിപ്പിച്ചിരിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ, ഈ പുസ്തകത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മനുഷ്യർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ, ഈ എഴുത്തുകാരന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.
എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. നമ്മൾ ഈ ലൈബ്രറിയിൽ വെച്ചിട്ട് ഇപ്പോൾ 4ാമത്തെ പുസ്തകമാണ് നമ്മൾ പ്രസാദനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷമുണ്ട്. ഈ ലൈബ്രറിയിൽ ഇങ്ങനെ പുസ്തകം പ്രസാദനം ചെയ്യാനുള്ള ഒരു അവസരം സാർ വന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കൊടുക്കാമെന്ന് പേരിട്ടതുകൊണ്ട് വളരെയധികം ലൈബ്രറിയുടെ പേരിൽ അദ്ദേഹത്തിനോട് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ ഇതിന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരോടും ഞാൻ ഒറ്റ വാക്കിൽ, പിന്നെ നമുക്ക് ടൈം അധികരിച്ച് കഴിഞ്ഞു, എല്ലാവരും പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഒരു ദീർഘമായൊരു നന്ദിയുടെ ആവശ്യം ഇവിടെ തോന്നുന്നില്ല എനിക്ക്. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ പുസ്തകം ഈ ലൈബ്രറിയിൽ വരുന്ന എല്ലാവരോടും വായിക്കാൻ വേണ്ടി ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഈ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും നേർന്ന് നഗരസഭയുടെ പേരിൽ എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമ്മുടെ പരിപാടി അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും നന്ദി.